ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഒരു ചെറിയ പ്രസ്താവന, എന്നാൽ വലിയ അർത്ഥമുള്ള ഒരു വാക്ക്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഇപ്പോൾ നിങ്ങൾ ഉപ്പല്ല. എൻ്റെ കൂടെ കുറേ കാലം നിങ്ങൾ നടന്ന് നിങ്ങൾ ഒരു ദിവസം ഭൂമിയുടെ ഉപ്പാകും എന്നല്ല യേശു പറഞ്ഞത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എപ്പോഴാ പറഞ്ഞത്? അവർ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. യേശു ക്രൂശിൽ മരിച്ച് വീണ്ടും ജനനം എന്ന അനുഭവം, വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അതിനു മുമ്പേ കർത്താവ് തിരഞ്ഞെടുത്ത, യേശു ഒരു ഉപമ പോലും പറഞ്ഞാലും മനസ്സിലാകാത്ത സാധാരണക്കാരായ വിദ്യാഭ്യാസമില്ലാത്ത ഒരു കൂട്ടം മീൻപിടുത്തക്കാരും തകർന്ന് വന്നവരുമായ ഒരു കൂട്ടത്തോട് കർത്താവ് പറയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും എന്നല്ല, ഉപ്പാകുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമ്മളൊരു വീടിൻ്റെ ഉപ്പാണെന്നല്ല പറഞ്ഞത്, നമ്മളൊരു പഞ്ചായത്തിൻ്റെ ഉപ്പാണെന്നല്ല പറഞ്ഞത്. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നമ്മളൊരു ഉപ്പാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. അതായത് നാം ഒരു വീട്ടിൽ ഒതുങ്ങേണ്ട വ്യക്തിയല്ല, നമ്മളൊരു സ്കൂളിലോ കോളേജിലോ ഒരു ബിസിനസ്സിലോ ചെറിയൊരു ജോലിയിലോ ഒതുങ്ങി തീരേണ്ട വ്യക്തിയല്ല. നമ്മൾ ഭൂമി മുഴുവനും എല്ലാവർക്കും എന്തോ ആയിത്തീരാനുള്ളവരാണ്. അതായത് നമുക്ക് പരിമിതികളില്ല, നാം പരിമിതിക്കപ്പുറമാണ്. ദൈവം നമ്മെ വിളിച്ചത് ഒരു സ്ഥലത്ത് ഒതുങ്ങാനല്ല, ഭൂമിയിൽ എന്തോ കാര്യമായിട്ട് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കുമുണ്ട്. യേശു അതാണ് ആ ചെറിയ വാക്യം കൊണ്ട് അർത്ഥമാക്കിയത്. അപ്പോൾ ഉപ്പിനെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട. ഇന്നും രാവിലെ വന്നപ്പോൾ തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ടത്തേക്കുള്ള സംഭവത്തിനെല്ലാം ഉപ്പിട്ടിട്ട് വന്ന ആൾക്കാരാണ് ഇവിടെ ഭൂരിഭാഗം ഇരിക്കുന്നത്. ഞങ്ങൾ ഈ സഹോദരന്മാരുടെ ജോലി 2 ജോലിയാണ്. ഉപ്പ് കൂടിപ്പോയി അല്ലെങ്കിൽ ഉപ്പില്ല, ഇത് രണ്ടും പറയുന്ന കമൻട്രി പറയുന്നവരാണ് ഞങ്ങൾ. എന്നാൽ ഉപ്പിടുന്നവരാണ് നിങ്ങൾ. അപ്പോൾ ഉപ്പുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ ഉപ്പിൻ്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് ഇന്ന് നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടി വരും. ഉപ്പ് കാഴ്ചയും നല്ല വലിയ പുള്ളിയാണ്, നല്ല ഒരു വെള്ളയാണ്, കാണാൻ തന്നെ ഒരു ഐശ്വര്യം, എന്തൊരു വെണ്മയാണ് ഉപ്പിനെ കാണാൻ. എന്നാൽ അതിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ, ഫ്ലേവർ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. കാഴ്ചയിൽ അല്ല ഉപ്പിൻ്റെ മാന്യത, അതിൻ്റെ ടേസ്റ്റിലാണ്. ഉപ്പ് രുചി വരുത്തുന്ന ഒന്നാണ്, അതിനൊരു ഫ്ലേവർ ഉണ്ട്. അത് നഷ്ടപ്പെട്ടാൽ കർത്താവ് പറഞ്ഞു നിലത്തിനോ വളത്തിനോ കൊള്ളില്ല. അപ്പോൾ 2-3 കാര്യമാണ് ഉപ്പിനുള്ളത്. രുചി ഉണ്ടെങ്കിൽ വളരെ വിലപിടിപ്പുള്ളതാണ്. എന്നാൽ ചില ഉപ്പ്, 3 തരത്തിലുള്ള ഉപ്പ് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഒന്ന്, നല്ല ഫ്ലേവറുള്ള രുചിയുള്ള ഉപ്പ്. അടുത്തത് അല്പം ഫ്ലേവർ ഉള്ള ഉപ്പ്, ഇതിന് മൂല്യം കുറഞ്ഞതാണ്, അത് വളത്തിന് ഉപയോഗിക്കും. ഒന്നാമത്തേതാണ് വീട്ടുകാര്യങ്ങൾക്കും മറ്റു പ്രധാന കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. 2 തരം രുചി കുറഞ്ഞ ഉപ്പുണ്ട്, അത് വളത്തിന് ഉപയോഗിക്കും. നമ്മളൊക്കെ വീടുകളിൽ പണ്ട് തെങ്ങിനൊക്കെ ഉപ്പ് വളമിടും. അടുത്തത് രുചി മുഴുവനും പോയ ഉപ്പുണ്ട്, കാഴ്ചയിൽ വെള്ളയാണ്, കണ്ടാൽ ഉപ്പ് പോലെ തന്നെ ഇരിക്കും, ഉപ്പ് തന്നെയാണ്, എന്നാൽ വായിൽ വെച്ചാൽ ഒന്നുമില്ല, ഒരു ടേസ്റ്റുമില്ല. അത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ, മഞ്ഞ് ഉള്ള സ്ഥലങ്ങളിൽ റോട്ടിലിടുന്ന സംഗതിയാണത്. ഉപ്പ് വിതറും, ഒരു വിലയുമില്ല, അത് ചവിട്ടി നടക്കാനേ കൊള്ളൂ. ഉപ്പാണ്, ഭൂമിയുടെ ഉപ്പാണ്, എന്നാൽ മറ്റുള്ളവരെടുത്തിട്ട് ചവിട്ടുന്നു.
അപ്പോൾ മറ്റുള്ളവരെടുത്തിട്ട് ചവിട്ടാൻ കാരണം എന്താണ്? അതിനെ കാഴ്ചയിൽ ഉപ്പാണ്, നേരിൽ വിശ്വാസിയല്ല, പേരിൽ വിശ്വാസിയാണ്. അപ്പൊ എല്ലാവരും എടുത്തിട്ട് ചവിട്ടും. ഒരു വിലയുമില്ലാതെ ചവിട്ടാനുള്ളതല്ല ഭൂമിയുടെ ഉപ്പ്. അത് ഏറ്റവും വിലയേറിയതാണ്. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഉപ്പ് വളരെ വിലയേറിയതാണ്. അത് നിലത്തിട്ട് ചവിട്ടാനുള്ളതല്ല. അത് പ്രത്യേകിച്ച് ഏറ്റവും വിലയേറിയതാണ്. എന്നാൽ അപ്പോൾ തന്നെ കടകളിൽ ചെന്നാൽ വലിയ വിലയില്ല. എന്നാൽ അതിൻ്റെ ആവശ്യത്തിൻ്റെ കാര്യത്തിൽ അതിന് വലിയ വിലയുണ്ട്. കടയിൽ ചെന്നാൽ വളരെ പഞ്ചസാരയുടെ വിലയില്ല, ശർക്കരയുടെ വിലയില്ല, മുളകിൻ്റെയോ മല്ലിയുടെയോ വിലയില്ല. വില കുറവാണ്. എന്നാൽ അതില്ലാത്ത ഒരു പരിപാടിയില്ല. മുളകില്ലാതെയും മല്ലിയില്ലാതെയും കാര്യങ്ങൾ മുന്നോട്ട് ഓടിക്കാന്നേ. എന്നാൽ ഉപ്പില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ഇതുപോലെയാണ് മറ്റുള്ളവരധികം വിലയൊന്നും കൽപ്പിക്കില്ല. എന്നാൽ ഒടുവിൽ ഉപ്പുപാത്രത്തിൻ്റെ അടുത്ത് ചെല്ലേണ്ടി വരും. സിസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പുച്ഛിച്ച് തള്ളും, മാറ്റി നിർത്തും. ഉപ്പുപാത്രം ഒരു മൂലയ്ക്ക് ഒതുങ്ങും. എന്നാൽ ഏറ്റവും ഒടുവിൽ എല്ലായിടത്തും പോയി കറങ്ങിക്കഴിഞ്ഞിട്ട്, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കോ? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരല്ലേ? ഏറ്റവും ഒടുവിൽ അന്വേഷിക്കുന്ന ഒരു പാർട്ടിയാണ് ആര്? ഉപ്പ്. അതിൻ്റെ അർത്ഥം സമൂഹം വലിയ വില കൽപ്പിക്കുന്നില്ലെങ്കിലും, മറ്റുള്ള സംഗതികളോളം വില സമൂഹത്തിലില്ലെങ്കിലും, സമൂഹത്തിന് ഉപ്പില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നമ്മൾ പാർക്കുന്ന ദേശത്ത് വലിയ അനർത്ഥങ്ങൾ വരാത്തത് എന്താണ്? സുനാമി വരാത്തത് എന്താണ്? ഭൂമി കുലുക്കം വരാത്തത് എന്താണ്? ദൈവമക്കൾ ഒരുമിച്ച് പാർക്കുന്ന ഇടത്ത് അനർത്ഥങ്ങൾ വരാത്തത് എന്താണ്? നമ്മളവിടെ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ വിലയേറിയവരാണ്. നിങ്ങളുള്ളത് കൊണ്ട് ദേശം സുരക്ഷിതമാണ്. ചിലപ്പോൾ ഓരോ സ്ഥലത്തും ഒരു കുടുംബമൊക്കെ ഉണ്ടാകുള്ളൂ. ആ ദേശത്തിന് വേണ്ടിയുള്ള ഉപ്പാണത്. വളരെ വിലപിടിപ്പുള്ളവരാണ് നാം. നമ്മെ നന്നായി മനസ്സിലാക്കണം. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു കുടുംബം ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശം നശിച്ചു പോകില്ല. അബ്രഹാമിനെ ഓർത്താണ് ലോത്തിനെ വിടുവിച്ചത്. ഒരു അബ്രഹാം ഉള്ള കാലത്തോളം ലോത്തിന്റെ കുടുംബത്തിന് പോലും നശിക്കാൻ കഴിയില്ല. നമ്മുടെ രക്തബന്ധങ്ങൾ പോലും നിലനിൽക്കുന്നത് ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുള്ളത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, പ്രാർത്ഥിക്കുന്ന ഞാൻ ഒക്കെ ഉള്ളത് കൊണ്ട് ആ കുടുംബത്തിന് വളരെയധികം സുരക്ഷിതത്വമുണ്ട്. എത്ര പേര് അതിന് ആമേൻ പറയും? നാം വിലയേറിയവരാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ ഉപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരിക്കൽ ഞാൻ സൗത്ത് അമേരിക്കയിൽ ചെന്നപ്പോൾ കണ്ടു വ്യത്യസ്തമായിട്ട് ഉപ്പുണ്ടാക്കുന്ന. അതിനു മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ ഒരു വലിയ മല, ആ മല തുരന്ന് അതിനകത്തുനിന്ന് ഉപ്പുണ്ടാക്കുന്നത്. മലയുടെ ഉള്ളിലോട്ട് തുരന്ന് വലിയ ദേവാലയമൊക്കെ മലയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ പേടിയാവും. ഏകദേശം 5 കിലോമീറ്ററോളം ആ മലയുടെ ഉള്ളിലൂടെ ഞങ്ങൾ നടന്നു. തണുപ്പുള്ള സ്ഥലമാണ്. അതായത് സൗത്ത് അമേരിക്കയിലെ ബൊഗോട്ട എന്ന, കൊളംബിയയിലെ ബൊഗോട്ട എന്ന സ്ഥലത്ത് ഞങ്ങൾ ഉപ്പുമല കാണാൻ പോയതാണ്. ആ രാജ്യത്ത് കടലിൽ നിന്നല്ല ഉപ്പെടുക്കുന്നത്, മല തുരന്നാണ് ഉപ്പെടുക്കുന്നത്. ദൈവം നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. എന്നാൽ പൊതുവേ ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും, നമ്മുടെ എല്ലാ രാജ്യങ്ങളിൽ നമുക്കറിയാം, ഉപ്പ് സത്യാഗ്രഹം മുഴുവൻ അതുവരെ നടന്ന നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ഉപ്പിനെ കുറിച്ച് അധികം നിങ്ങളോട് പറയാതെ ഇരിക്കുന്നതായിരിക്കും നല്ലതെങ്കിലും പറയാതെ നിവൃത്തിയില്ല. സമുദ്രത്തിലെ വെള്ളം സൂര്യപ്രകാശത്തിന്റെ കീഴെ വറ്റിച്ചെടുത്താണ് ഉപ്പുണ്ടാക്കുന്നത്. അതായത് ഈ ലോകത്തെ കാണിക്കുന്നു സമുദ്രം. നമ്മൾ ഈ ലോകത്തെ കിടന്നു വെച്ചവരാണ്.
പൗലോസ് പറഞ്ഞതുപോലെ മുമ്പേ ഞാൻ നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനുമായിരുന്നു. ഈ ലോകത്തിലെ വെള്ളത്തിൻ്റെ ഒപ്പം ഞാൻ കിടന്നിരുന്നതാണ്. അന്ന് എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലായിരുന്നു, എനിക്കൊരു രൂപമില്ലായിരുന്നു. എനിക്കൊറ്റ രൂപമേ ഉള്ളൂ, വെള്ളം. ഈ ലോകം, സമുദ്രം, എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഈ ലോകത്തിൽ ഞാൻ അലിഞ്ഞു കിടന്ന ഒന്നാണ്. എന്നാൽ ഏതോ ചില തിരമാലകൾ, ഏതോ ചില കാറ്റുകൾ ഈ ലോകത്തിലെ വെള്ളത്തിൽ നിന്ന് എന്നെ തള്ളി കരയിലേക്ക് തള്ളിക്കൊണ്ടുവന്നു. ഞാൻ കരയിലെത്തി. അപ്പൊ ചില കാറ്റുകൾ, ചില കൊടുങ്കാറ്റുകൾ, ശക്തമായ ചില തിരമാലകൾ ഈ ലോകത്തിൽ നിന്ന് നമ്മെ സൂര്യപ്രകാശത്തിൻ്റെ നേരെ കീഴേ കൊണ്ടുവന്നു. നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ കീഴേ നമുക്ക് നമ്മുടേതായ രൂപം വെളിപ്പെടുത്താൻ ഒരവസരമായി. നമുക്കിന്നൊരു രൂപമുണ്ടായി. എന്താണ്? ക്രിസ്തു നമ്മിൽ ഉരുവായി. ആ നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ കീഴേ നമുക്കൊരു രൂപമുണ്ടായി. ഈ സമുദ്രത്തിലെ വെള്ളത്തിന് അവർക്ക് പ്രത്യേക രൂപമില്ല. എവിടെ ചെന്നാലും ഒരു രൂപമേ ഉള്ളൂ, വെറും വെള്ളം. ശരിയാണ്, പണ്ട് നമ്മൾ വെള്ളമായിരുന്നു. അതിപ്പോഴാ ഓർത്തെ. ഇവിടെ എങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം, പണ്ട് വെള്ളമായിരുന്ന ആൾക്കാരെ ഇവിടെ കാണാം. പണ്ട് ഞാൻ വെള്ളമായിരുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, പണ്ട് വെള്ളമായ ആളാണ്. എല്ലാവരോടും പറയാൻ പറ്റില്ല, എന്നാലും എന്നോട് വേണമെങ്കിൽ നിങ്ങൾ പറ, ഓ പണ്ട് വെള്ളമായിരുന്ന ആളല്ലേ നിൽക്കുന്നത്. അതെ, പണ്ട് നിങ്ങൾ വെള്ളമായിരുന്നു. സഹോദരിമാരല്ല ഞങ്ങൾ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ കാറ്റിങ്ങനെ അടിച്ച്, അയ്യോ നമുക്ക് മാത്രം, എല്ലാവർക്കും ഇല്ലേ ഈ വിഷയം. ആ ഉപരിതലത്തിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം കാറ്റത്ത് കരയിലോട്ട് വന്ന് കയറി. ആർക്കുമില്ലാത്ത ചില കാറ്റുകൾ, ആർക്കുമില്ലാത്ത ചില പ്രശ്നങ്ങൾ, ആർക്കുമില്ലാത്ത ചില സങ്കടങ്ങൾ നമ്മെ മാത്രം തൂക്കിയെടുത്ത് കരയിലോട്ട് കൊണ്ടുവന്നു. ഒറ്റപ്പെടൽ. അയ്യോ, ബന്ധുക്കളിൽ നിന്ന് ഒറ്റപ്പെടൽ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടൽ. നല്ല ബിസിനസ് ഉണ്ടായിരുന്നു, തീർന്നു. ഈ ലോകത്തിൽ രാജാവിനെ പോലെ ജീവിച്ചിരുന്നാണ്, അവരിൽ ഒരാളായിരുന്നു. അതിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാറ്റ് വന്നത്. അപ്രതീക്ഷിതമായ കാറ്റ് കരയിൽ കൊണ്ടുവന്നു. തിരിച്ചു പോകാൻ പറ്റുന്നില്ല. നേരെ നീതി സൂര്യൻ്റെ കീഴേ വന്നു. പൗലോസ് ദമസ്കോസിൻ്റെ ആ പടിവാതിലിൽ വെച്ച് അവന് സംഭവിച്ച അതേ അനുഭവം അനുഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സൂര്യൻ്റെ കീഴേ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ച് കർത്താവ് അവനെ പിടിച്ചതുപോലെ നമ്മെ കർത്താവിനെ ഒറ്റക്ക് കിട്ടുവാൻ ചില പ്രതികൂലങ്ങൾ കാരണമായി. എൻ്റെ വീട്ടിലെ പ്രതികൂലമാണ് ഞാൻ വേർതിരിയപ്പെടാൻ കാരണമായത്. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സാഹചര്യങ്ങളാണ് നിങ്ങൾ കർത്താവിനോട് കൂടുതൽ അടുക്കാൻ കാരണമായത്. അതിന് എത്ര പേര് ആമേൻ പറയും? കൈകളടിച്ചുകൊണ്ട് അതിന് ദൈവത്തിന് നന്ദി പറ. യെശയ്യാവ് 38 ഒരു വാക്യമുണ്ട്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. സമാധാനത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ യേശുവിലുള്ള സമാധാനം അനുഭവിക്കാനാണ് എൻ്റെ ജീവിതത്തിൽ വന്ന കയ്പുകളെല്ലാമെന്ന് പിന്നത്തേതിൽ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവം നമുക്ക് അനുവദിക്കുന്നതെല്ലാം നാളുകളിൽ നമുക്ക് നന്മയാവും. ദൈവം അറിയാതെ ഒന്നും അനുഭവിക്കുന്നില്ല. ദൈവം അറിയാതെ ഒരു കാറ്റ് വന്നിട്ടില്ല. ദൈവം അറിയാതെ ഒരു പ്രതികൂലം വന്നിട്ടില്ല. സാമ്പത്തിക ഞെരുക്കം വന്നിട്ടില്ല. ദൈവം അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനാണ്. അയ്യോ, ദൈവം ഇതൊന്നും അറിയുന്നില്ലേ? ദൈവം അറിയുന്നുണ്ട്. നിന്നെ ദൈവം വേർതിരിക്കുകയാണ്. ദൈവം ഈ ലോകത്തിൽ നിന്ന് നിന്നെ മാത്രം വേർതിരിച്ച് ഉപ്പാക്കി മാറ്റുകയാണ്. കാരണം നീ
കരയിൽ വന്ന് ഉപ്പായ ശേഷം ഭൂമി മുഴുവനും നീ രുചി വരുത്തുന്ന ഒരു ഉപ്പായി മാറണം. അതിനുവേണ്ടി ദൈവം നിന്നെ അടർത്തിയെടുക്കുകയാണ്. ദൈവം നിന്നെ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ശുദ്ധീകരിച്ച് അതിലെ മാലിന്യങ്ങൾ നീക്കി ഇന്ന് നമ്മുടെ വീടുകളിൽ വരുന്ന പാക്കറ്റ് ഉപ്പുകളെ പോലെ അത്രയും വെണ്മയുള്ളതായി മാറുന്നത് അതിനെ ഒത്തിരി ശുദ്ധീകരണത്തിലൂടെയെല്ലാം കയറ്റി ഇറക്കി അതിൻ്റെ കീടവും മാലിന്യങ്ങളും കളഞ്ഞ് അതിനെ ഏറ്റവും മൂല്യമുള്ളതാക്കി നമ്മുടെ വീടുകളിൽ എത്തിക്കുന്നു. ദൈവം ഇത് തന്നെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ചെയ്യുന്നത്. ഓരോ ദിവസം കഴിയും തോറും നമ്മിൽ നിന്ന് കീടങ്ങളെല്ലാം പോവുകയാണ്, അഴുക്കുകളെല്ലാം പോവുകയാണ്, കറ, ചുളുക്കം, വാട്ടം, മാലിന്യങ്ങളെല്ലാം നമ്മിൽ നിന്ന് എടുത്തു കളയുകയാണ്. എന്തോ നമ്മിൽ നിന്ന് ദൈവം ഈ ദിവസങ്ങളിൽ വേർതിരിച്ചെടുക്കുകയാണ്. ഈ സൂര്യന്റെ ചൂടിന്റെ കീഴെ എന്തോ രൂപപ്പെടുകയാണ്. ഏറ്റവും നല്ലത്, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നത്, മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന പലതും പ്രയോജനപ്പെടേണ്ടവർ ഇനിയും വേർതിരിക്കപ്പെടാനുണ്ട്. ഇന്നും വെള്ളമായിട്ട് കിടക്കുന്നവരുണ്ട്. ആ പോകുന്നവനോ അവനൊരു വെള്ളമാണ് എന്ന് പറയുന്ന പലർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അവരെല്ലാം വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മേക്കാൾ അധികം അനേകർക്ക് ഗുണമുള്ള നന്മയുള്ള വ്യക്തികളായി അവരെല്ലാം തീരും. എത്ര പേരതിന് സ്തോത്രം ചെയ്യും? PG വർഗീസ് അങ്കിളുടെ കുറേ സാക്ഷ്യങ്ങൾ ഇവിടെ ഈ സ്റ്റേജിലിരുന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്തത്. അതിനകത്ത് PG വർഗീസ് അങ്കിൾ സാക്ഷ്യം പറയുന്ന കുറച്ച് കാര്യമുണ്ട്. ഞാൻ പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിലെ പലതും മോട്ടിച്ച് വിൽക്കുന്നവനായിരുന്നു ഞാൻ, കള്ള് കുടിക്കാൻ വേണ്ടി. ഞാൻ പട്ടാളം വർഗീസ്. പട്ടാളത്തിലെ പല സാധനങ്ങളും, വണ്ടിയുടെ സ്പെയർ പാർട്സ്, പല സാധനങ്ങളും മോട്ടിച്ച് വിൽക്കും. ഞാൻ കള്ളനായിരുന്നു. ഇവിടെ വെച്ചും പറഞ്ഞു, നമ്മുടെ പിച്ചുവേർ ജംഗ്ഷൻ ആലപ്പുഴയിലെ ഒരു പരസ്യയുഗത്തിൽ കഴിഞ്ഞ ആഴ്ച PG വർഗീസ് അങ്കിൾ പറയുകയാണ്, ഞാനൊരു പെരുങ്കള്ളനായിരുന്നു. ഒരു നാണവുമില്ല പറയാൻ. 84 വയസ്സുള്ള ആ പിതാവിന് പണ്ടത്തെ കാര്യങ്ങളിൽ അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മോശമല്ലേ, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു? ചിലർ പറയും, എന്നോട് തന്നെ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ ആ പഴയ കാര്യമൊക്കെ ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണോ? നാണക്കേടില്ലേ? എനിക്കൊരു നാണമില്ല. കാരണം നമ്മൾ ലോകത്തിലായിരുന്നു, നമ്മൾ ലോകമായിരുന്നു. നമ്മൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ വ്യത്യസ്തരായി മാറി. ഇന്ന് നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, നമ്മൾ ദൈവമക്കളാണ്. കാൺമിൻ 1 യോഹന്നാൻ 3 അതിൽ പറയുന്നു, കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ദൈവം നമുക്കെത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കാണിച്ചു കൊടുക്കാൻ പറ്റും, ഞാൻ ഇന്ന് വെള്ളമല്ല, ഞാൻ ഇന്ന് ഉപ്പാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ ഇന്ന് വെള്ളമല്ല. പണ്ട് വെള്ളമായിരുന്നു, ഇപ്പോൾ വെള്ളമല്ല, ഇപ്പോൾ ഉപ്പാകുന്നു. ഞാൻ വിലയേറിയതായി മാറി. അങ്ങനെ ആയി മാറാൻ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും വന്നു കയറി. അതൊന്നും വരല്ലേ എന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചതാണ്. പല കുട്ടികളും പരീക്ഷയ്ക്ക് പഠിക്കൂല, ആ മൊബൈലും നോക്കിയും പല പരിപാടിയും ചെയ്തിരിക്കും. പരീക്ഷയൊക്കെ എഴുതും. റിസൾട്ട് വരുന്ന ആഴ്ചയിൽ ഭയങ്കര നേർച്ചയിടലും പ്രാർത്ഥനയാണ് നമ്മുടെ നാട് മുഴുവനും. ഏത് കുരിശുപള്ളിയിലും ഏത് കാണിക്കവഞ്ചിയിലും പൈസ നിറയുന്ന സമയം പരീക്ഷ റിസൾട്ട് വരുന്ന ആഴ്ചകളിലാണ്. എന്താ കാര്യമെന്നറിയാം? പുണ്യാള, മാതാവേ, ദേവി, ദേവാ രക്ഷിക്കണേ. അപ്പൊ എന്താണ് പുണ്യാളൻ എന്ത് ചെയ്യണം? പുണ്യാളൻ ഈ മര്യാദക്ക് ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാത്ത ഈ കൊച്ചിന് വേണ്ടി കമ്പ്യൂട്ടറിനകത്ത് ഹാക്ക് ചെയ്ത് കയറണം പുണ്യാളൻ. എന്നിട്ട് മാർക്ക് ലിസ്റ്റ് പുണ്യാളൻ തിരുത്തിയിട്ട് A+ ഇട്ട് കൊടുക്കണം. അതിന് പുണ്യാളന് 50 ഉരുവ. പുണ്യാളൻ ഹാക്ക് ചെയ്യണം കമ്പ്യൂട്ടറിനെ, റിസൾട്ടിൻ്റെ കമ്പ്യൂട്ടറിനെ. എന്നിട്ട് പുണ്യാളൻ ഇല്ലാത്ത മാർക്ക് ഉണ്ടാക്കണം. ഈ പുണ്യാളന്മാരെ ഇങ്ങനെ ചതിക്കണോ? അവർക്ക് ഒന്നാമതേ ബോധമില്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അപ്പോൾ
നാം വില മുടക്കിയവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. വില മുടക്കി പഠിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് എന്തിന് റിസൾട്ട് വേണ്ട. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ കഠിനാധ്വാനം ചെയ്യാൻ, കഷ്ടപ്പെടാനൊക്കെ ദൈവം നമുക്കൊരു പ്രത്യേക കൃപ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം നല്ല മാർക്ക് ഉണ്ടാകണം. നന്നായിട്ട് കഷ്ടപ്പെട്ടു, മാർക്ക് ഇല്ലെങ്കിൽ കർത്താവ് അതിനുള്ളൊരു വഴി തുറന്നു തരും. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കഠിനാധ്വാനം ചെയ്യുക. ഈ സീസണിൽ നിങ്ങളിരുന്ന് ഉറക്കളിച്ച് പഠിക്കുക, കഠിനാധ്വാനം ചെയ്യുക. കണ്ണുനീരോടെ വിതച്ചവരെല്ലാം ആർപ്പോടെ കൊയ്തിട്ടുണ്ട്. നാളെ കാണിച്ചു കൊടുക്കണം, കാൺമീൻ, ഞാൻ ഇന്നൊരു ദൈവ പൈതലാണ്, ഞാൻ ഇന്നൊരു വിശ്വാസിയാണ്, ഞാനൊരു അഭിഷിക്തയാണ്, ഞാൻ ഇന്നൊരു പ്രാർത്ഥനാ യോദ്ധാവാണ്, ഞാൻ ഇന്നൊരു കൃപയുള്ള, ഞാനൊരു പ്രോഫറ്റാണ്. പല ദൈവദാസന്മാർ അവരുടെ പേരിൻ്റെ മുമ്പിൽ പ്രോഫറ്റ് എന്ന് കൊടുക്കും. ചിലർ അപ്പോസ്റ്റൽ എന്ന് കൊടുക്കും. ഞാൻ അപ്പോസ്തലനാണ്. അവർക്ക് അഭിമാനമാണ്. ഞാൻ അങ്ങനെയല്ലായിരുന്നു, മുമ്പ് ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഇന്ന് കാണിച്ചു കൊടുക്കാനുണ്ട്. ഇതെല്ലാം കർത്താവ് തന്നതാണ്. ഈ ജീവിതം യേശു തന്നതാണ്. എത്ര പേര് അതിന് ആമേൻ പറയും? ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമ്മെ അടർത്തിയെടുത്തിട്ട് കർത്താവ് എന്താക്കി മാറ്റുന്നു? വിലയേറിയതാക്കി നമ്മെ മാറ്റുന്നു. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് വെള്ളത്തെ വേർതിരിച്ചു. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അപ്പോൾ വെള്ളത്തിൽ നിന്ന് വെള്ളത്തെ വേർതിരിച്ചു. ആ വെള്ളത്തിന്റെ മീതെ സൂര്യൻ വ്യാപരിച്ചപ്പോഴാണ് ഉപ്പ് പുറത്തു വന്നത്. ഈ കടലിൽ നിന്ന് അല്പം വെള്ളത്തെ ഇങ്ങനെ വേർതിരിച്ചു. നമ്മൾ അതിൽ കിടന്നവരാണ്. ശേഷം മനുഷ്യരെ പോലെ തിന്ന് കുടിച്ച് നാളെ ചാകുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ മരിക്കേണ്ടവരാണ്. എന്നാൽ നിലനിൽക്കുന്നവരാക്കാൻ ദൈവം അതിൽ നിന്ന് നമ്മളെ അരിച്ചെടുത്തു, വേർതിരിച്ചെടുത്തു. അതിന് നാം എപ്പോഴും ദൈവത്തിന് എല്ലാറ്റിനും വേണ്ടി നാം സ്തോത്രം ചെയ്യണം. കർത്താവെ, ഞങ്ങളെ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ വെച്ച് തിരഞ്ഞെടുത്തല്ലോ. ഞങ്ങളെ മാത്രം ഈ വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളത്തെ വേർതിരിച്ച് പണിതെടുത്തല്ലോ. അതിനെന്ന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഞാനിവിടെ നിൽക്കുമ്പോൾ, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിൻ്റെ നന്ദി പ്രകടനങ്ങളാണ് ഈ പാടിയ പാട്ടുകളെല്ലാം. നൃത്തം ചെയ്യുന്നതും തുള്ളിച്ചാടുന്നതെല്ലാം ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യതയുള്ളതല്ല, ദൈവം എനിക്ക് തന്ന കൃപയാണ്. എത്ര പേര് അതിനൊരു ആമേൻ പറയും? അപ്പോൾ ദൈവവചനമാകുന്ന ക്രിസ്തുവിൻ്റെ കീഴെ നമ്മൾ രൂപാന്തരപ്പെടും. എന്തിനാണ് ഒരു പ്രാർത്ഥനയിൽ ഇത്രയും ദൈവവചനം കേൾക്കുന്നത്? ദൈവവചനമാകുന്ന നീതി സൂര്യൻ്റെ കീഴെയാണ് നമ്മളാകുന്ന ശരിയായ ഉപ്പ് പരലുകൾ രൂപപ്പെടുന്നത്. അതിന് രൂപമുണ്ടാകുന്നത്, ഈ വെള്ളത്തിന് രൂപമുണ്ടാകുന്നത് ഈ സൂര്യൻ്റെ കീഴെയാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ കീഴെ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നമ്മൾ വചനത്തിൻ്റെ കീഴെ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകും, നമുക്കൊരു ഷേപ്പ് ഉണ്ടാകും, നമ്മെ എന്തൊക്കെയോ ആക്കി കർത്താവ് മാറ്റും. അതുകൊണ്ടാണ് എഫേസ്യർ 4:11 പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചു. വേർതിരിക്കുകയാണ്. ഇതിനകത്ത് നിന്ന് അസാധാരണമായി ദൈവം പലരെയും പല കാര്യങ്ങൾക്ക് വേണ്ടി വചനം വേർതിരിക്കുകയാണ്. ഓരോ മീറ്റിംഗ് കഴിയും തോറും, ഓരോ കൂട്ടായ്മ കഴിയും തോറും, ഓരോ വിളിയുള്ളതിനനുസരിച്ച് ഓരോരുത്തരെ വേർതിരിക്കും. ചിലര് വർഷിപ്പ് ലീഡേഴ്സ് ആയിരിക്കും, ചിലരെ പ്രസംഗിക്കാനായിരിക്കും, ചിലരെ സുവിശേഷം അറിയിക്കാനായിരിക്കും, ചിലരെ സഹായം ചെയ്യാനായിരിക്കും. എന്തൊക്കെയോ ഈ ഭൂമിക്ക് നമ്മളൊരു അനുഗ്രഹമാകാൻ ഏതോ ചില ശുശ്രൂഷകൾക്കായി ഈ വചനത്തിൻ്റെ കീഴെ, ഈ സൂര്യൻ്റെ കീഴെ ദൈവം നമ്മെ വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സൂര്യൻ്റെ കീഴെ ആയിരിക്കണം തക്ക സമയത്ത് ഉയർത്തുന്നവന്റെ കൈക്കീഴെ താണിരിപ്പീൻ. അവിടെ ഇരിക്കണം. തിരിച്ചാ വെള്ളത്തിലേക്ക് പോകരുത്. ഞായറാഴ്ച മാത്രം കരയിലും ബാക്കി സമയത്ത് ലോകത്തിലുമായാൽ ഈ വെള്ളത്തിന് ഉപ്പാകാൻ, ഉപ്പിൻ്റെ രൂപത്തിലേക്ക് വരാൻ കഴിയില്ല. ഈ തിരമാല പോലെ ആകരുത്. വരുന്നു പോകുന്നു, വരുന്നു അതിനേക്കാൾ വേഗത്തിൽ പോകുന്നു.
ഒരു ഞായറാഴ്ചത്തെ 3 മണിക്കൂർ ബാക്കി മുഴുവനും ലോകത്തിൽ ജീവിച്ചാൽ നമുക്ക് നല്ല ഷെയ്പ്പുള്ള വിലയേറിയ യേശു പറഞ്ഞ ഉപ്പായി തീരാൻ കഴിയില്ല. എത്ര പേര് അതിന് ആമേൻ പറയും? നാം ഒരിക്കൽ ഈ സൂര്യന്റെ കീഴേക്ക് വേർതിരിക്കപ്പെട്ടു വന്നെങ്കിൽ ഇവിടം വിട്ടു പോകരുത്. ഒരിക്കൽ ബോവസ് രൂത്തിനോട് പറഞ്ഞതുപോലെ, കേട്ടോ മകളെ, ഈ വയൽ വിട്ട് ഇനി നീ പോകരുത്. അവൾ ആ വയലിനകത്ത് ഉള്ളത് പെറുക്കാൻ തുടങ്ങി. ഈ വയലിൽ ജീവിച്ചിട്ട് എനിക്ക് പെറുക്കാനേ കഴിയുന്നുള്ളല്ലോ. സാരമില്ല, ഒരു ദിവസം നീ കാണും എന്തിന് നീ വയലിനകത്ത് കയറിയെന്ന് നീ അറിയും. മകളെ, ഈ വയൽ വിട്ട് നീ പോകരുത്, ഇവിടം വിട്ട് പോകരുത്. അവൾ ഈ ലോകത്തിൽ നിന്ന് വരികയാണ്. മോവാബ്യ സ്ത്രീയാണ്. 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ വരാൻ പാടില്ലെന്നാണ് മോവാബ്യരെ കുറിച്ച് യഹൂദന്മാർ വെച്ചിരിക്കുന്നത്. എന്നാൽ അവർ ശപിക്കപ്പെട്ടവരാണ്. എന്നാൽ ഈ രൂത്ത് ബോവസിന്റെ വയലിൽ കാലുകുത്തി. അന്ന് ബോവസ് പറഞ്ഞു, മകളെ, നീ വയൽ വിട്ട് പോകണ്ട. ഇതുപോലെ ചിലരെ അർഹതയില്ലാത്ത എവിടെയൊക്കെയോ കർത്താവ് കൊണ്ടുവന്ന് കയറ്റുകയാണ്. എവിടെയൊക്കെയോ നീ കയറാൻ പോവുകയാണ്. ഇതുപോലെ ചില ജോലി സ്ഥലങ്ങളിലേക്ക് ദൈവം നിനക്ക് ചില എൻട്രൻസുകൾ തരാൻ പോവുകയാണ്. ചെറുതായിട്ട് നീ കയറും, എന്നാൽ നീ അവിടെ അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിച്ചേരും. നീ ചെറുതായിട്ടേ തുടങ്ങൂ. ചെറിയ ആരംഭം എന്ന് കരുതി നീ നിന്റെ ജീവിതത്തെ നിരാശയായി കാണരുത്. ചെറിയ ആരംഭമാണെങ്കിലും വലിയൊരു പൂർത്തീകരണം അവിടെ ഉണ്ടാകും. ഈ വയലിനകത്ത് ഉള്ള പ്രത്യേകത അതാണ്. പിന്നത്തേതിൽ രൂത്തിന് ആ വയല് അവളുടേതായിട്ട് മാറി. ബോവസ് അവളുടേതായി മാറി. വയൽ അവളുടേതായി മാറി. യേശു നമ്മുടേതായി മാറിയതോടുകൂടി സകലതും നമ്മുടേതായി മാറുകയാണ്. എത്ര പേർ കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയും? ഈ വയൽ വിട്ടു പോകരുത്. അപ്പൊ ഈ വയലിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകരുത്. ഈ കൃപയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ ലോകത്തിന്റെ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ച ശേഷം പിന്മാറിപ്പോയാൽ ആ വ്യക്തിയെ മടക്കി വരുത്താൻ സാധ്യമല്ല എന്ന് എബ്രായ ലേഖനത്തിൽ പറയാണ്. ഒരിക്കൽ വന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ഈ കൃപ അനുഭവിച്ച് തിരിച്ചു പോയിട്ട് ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചാൽ മറ്റേ ചെകുത്താൻ വിട്ടിട്ട് വേണ്ടേ വരാൻ? ഇപ്പൊ നീ സ്വതന്ത്രയാണ്. ഇനി പോയിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ തിരിച്ചു വരാൻ പറ്റിയില്ലെന്ന് വരും. അതുകൊണ്ട് ഉള്ള സമയത്ത് നല്ല തീരുമാനമെടുക്കണം. ഇനി ഒരിക്കലും ഞാൻ പുറകോട്ടില്ല, ഒരിക്കലും ഞാൻ ഇനി പിന്മാറുന്ന പരിപാടിയില്ല. ഞാൻ ഏതായാലും ഇറങ്ങിത്തിരിച്ചു. ഞാൻ ഈ വിടുതൽ, ഈ പറയുന്ന വചനപ്രകാരം ഈ വിടുതലുകൾ കാണാൻ തക്ക സമയത്ത് ഉയർത്തുന്നവന്റെ കൈയുടെ കീഴെ, ഈ സൂര്യന്റെ കീഴെ ഞാൻ എൻ്റെ ഭാവിയെ കണ്ടെത്താൻ പോവുകയാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെടും. പലരും എന്താണ് വിശ്വാസത്തിൽ വന്നിട്ട് തിരിച്ചു പോകുന്നത്? കാരണം ഞങ്ങൾ വന്ന് നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, പ്രാർത്ഥന വിഷയം എഴുതി തന്നു നോക്കി, ഉപവസിച്ചു നോക്കി, വീട്ടിൽ പ്രാർത്ഥന വെച്ചു നോക്കി, നടന്നില്ല, അതുകൊണ്ട് പോവുകയാണ്. എന്നാൽ യേശു പറഞ്ഞു, സഹിച്ചാൽ കൂടെ വാഴും. ആമേൻ. ദൈവത്തിന്റെ സമയം വരെ വെയിറ്റ് ചെയ്യാൻ പഠിക്കണം. കേട്ടോ മകളെ, ഇത് വിട്ട് പോകരുത്, ഈ വയൽ വിട്ട് പോകരുത്. ഇതിനകത്ത് നിന്റെ തുടക്കം ഒന്ന് പെറുക്കുന്നതായിരിക്കും. എന്നാൽ പിന്നത്തേതിൽ നീ ഇതിൻ്റെ അവകാശിയായി, ആയിരങ്ങൾക്കൊരനുഗ്രഹമായി നീ മാറാൻ പോവുകയാണ്. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ആ വാക്യത്തിലൂടെ, രൂത്ത് 2:8 ഇടപെടുകയാണ്. കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട. ഇവിടെ എൻ്റെ ബാല്യക്കാര്യത്തികളോട് ചേർന്ന് നടക്കുക. എൻ്റെ വയലിലെ വേലക്കാരിയുടെ പുറകെ നടന്നു. അവര് കൊയ്യുന്നു, നീ പെറുക്കുന്നു. നിന്റെ കയ്യിൽ കൊയ്ത്തരുവാളില്ല, നിന്റെ കയ്യിൽ വലിയ കറ്റകളില്ല, സാരമില്ല. കുനിഞ്ഞോരോരോ മണികൾ പെറുക്കുന്നതാണോ, കണ്ണുനീരോട് നീ പെറുക്കിക്കോ. നാളുകളിൽ ഈ വേലക്കാരത്തികളെല്ലാം നിന്റെ ദാസിമാരാകുന്ന ഒരു കാലം നിന്റെ മുൻപിലുണ്ട്. രൂത്തേ, ധൈര്യമായി. ബോവസ് പോലും അറിഞ്ഞില്ല, രൂത്ത് പോലും അറിഞ്ഞില്ല, നാളെ ഈ വയൽ എൻ്റേതാണ്. ആ ദേശത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരു മനുഷ്യൻ്റെ വയലാണ്, ഏറ്റവും വലിയ കൃഷിസ്ഥലമാണ്. അത്
ഒരു മോവാബിയ സ്ത്രീയുടെ സ്വന്തമായി. ബൈബിളിൽ രൂത്തിന്റെ ചരിത്രം എന്തിനാണ് എഴുതി വെച്ചത്? ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. അതെ, ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ഓരോ സീസണിൽ ദൈവം ആവർത്തിക്കുകയാണ്. രൂത്തിന്റെ ചരിത്രം അവസാനിച്ചില്ല. രൂത്തിന്റെ ചരിത്രം കാലമുള്ള കാലത്തോളം തുടരും. നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിളിച്ചു കൊണ്ടുവരുന്നവരുടെ ജീവിതത്തിലെല്ലാം അവരോട് പറയാൻ നമുക്കുണ്ട്, മോളെ ഈ കൃപ വിട്ടു പോകരുത്. ചെറുതായിട്ട് ഒന്നുമില്ല പാസ്റ്ററെ, പെറുക്കാനേ ഉള്ളൂ, കുനിയണം, പെറുക്കാൻ ഓരോ മണി പെറുക്കണം. സാരമില്ല, അല്പത്തിൽ വിശ്വസ്തരെ അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആമേൻ. ഇത് വിട്ടു പോകരുത്, ഈ ദൈവകൃപ വിട്ടു പോകരുത്. എത്ര പേരതിന് ആമേൻ പറയും? ഞാൻ ഈ വയൽ വിട്ടു പോകില്ല. എല്ലാവരും ഒന്ന് പറ, ഞാൻ ഈ വയൽ വിട്ടു പോകില്ല. എൻ്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ഈ തോട്ടം വിട്ട് പോകരുത്. ഇതിനകത്തെ കൊമ്പുകളാണ് നാം. ധാരാളം ഫലങ്ങൾ നമ്മിൽ ഉണ്ടാകാൻ ഇനി സമയം വരുന്നേ ഉള്ളൂ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അപ്പോൾ ഉപ്പ് എന്നുള്ളത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ്. ഒരു കാലത്ത് എന്താണ് ഈ പുരാതന റോമിൽ റോമൻ പട്ടാളക്കാർക്ക് ശമ്പളം കൊടുത്തിരുന്നത് ഉപ്പാണ്. അപ്പോൾ ഈ സാലറി, ഇംഗ്ലീഷിൽ സാലറി എന്ന വാക്കുണ്ടായത് സലാറിയം എന്ന ഒരു വാക്ക്. അതിൻ്റെ SAL സാൽ എന്ന ലാറ്റിൻ വേർഡ് ഉപ്പെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് സാലറി ഉണ്ടായത്. പട്ടാളക്കാർക്ക് അന്ന് ഉപ്പ് അവർക്ക് ശമ്പളത്തിൻ്റെ കൂടെ കൊടുക്കും. കുറച്ച് പൈസ കൊടുക്കും, ബാക്കി ഉപ്പ് കൊടുക്കും. എന്താണ്, ആ കാലത്ത് ഉപ്പ് കൊണ്ടായിരുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ പലതും സൂക്ഷിച്ചു വെച്ചിരുന്നു. നല്ല പ്രിസർവേറ്റീവാണ്, നാച്ചുറൽ പ്രിസർവേറ്റീവാണ്. കേടുകൂടാതെ ഉപ്പ് ഉണ്ടെങ്കിൽ കേടുകൂടാതെ, ഉണക്കമീൻ മാത്രമല്ല, നമുക്ക് ആകെ അറിയാവുന്ന ഉണക്കമീൻ ഉപ്പിട്ട് വെക്കുന്ന കാര്യമാണ്. കേടുകൂടാതെ വർഷങ്ങൾ അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കാൻ കഴിയുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതായിരുന്നു എന്ത്? ഉപ്പ്. അതുകൊണ്ട് ശമ്പളം കുറച്ച് കൊടുക്കും, പകുതി ഉപ്പായിട്ട് കൊടുക്കും പട്ടാളക്കാർക്ക് ഉപ്പ്. അങ്ങനെ അതിൽ നിന്നുണ്ടായതാണ് സാലറി. ഈ ലാറ്റിൻ വേർഡ് ഉപ്പാണ്. ഉപ്പെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സാലറി എന്ന് പറഞ്ഞ ഉപ്പ്. ആ കാലത്ത് അവർക്ക് ഉപ്പായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അധ്വാനത്തിന് ശമ്പളമായിട്ട് കിട്ടിയിരുന്ന അത്ര വിലയേറിയതായിരുന്നു ഒരു കാലത്ത് എന്ത്? ഉപ്പ്. അതായത് ഇന്നത്തെ പോലെ ഉപ്പ് വേർതിരിച്ചെടുക്കാനുള്ള സംവിധാനം ഇല്ലാതിരുന്ന കാലത്ത്, ഉപ്പിന് ഭയങ്കര വിലയുള്ള കാലത്ത് ആയിരുന്നു ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. അപ്പോൾ അത് വളരെ മൂല്യമുള്ളതാണ്. കാരണം എന്താണ്? ഉപ്പ് ഉണ്ടെങ്കിൽ കേടുകൂടാതെ പലതും നാളുകളിരിക്കും. ഇതുപോലെ നമ്മൾ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരൊക്കെ കേടില്ലാത്തവരായി, ആയുസ്സുള്ളവരായി, ബലമുള്ളവരായി നാം നിമിത്തം ആയിരിക്കാനിടയാകും. നാം ഉപ്പാണ്. നാം ഉണ്ടെങ്കിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ അമ്മ നിമിത്തം ആ വീട് കേടുകൂടാതിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ വീട്ടിലുണ്ടോ? ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പിതാവുണ്ടോ? ആ വീട് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ആ പിതാവിൻ്റെ കാലത്ത് ആ വീടിന് ഒരു കേടും വരില്ല. എത്ര പേരതിന് ആമേൻ പറയും? പൗലോസ് പറയുകയാണ്, ഞാൻ പോയാൽ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. പൗലോസ് പറയുകയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ. അപ്പോൾ തന്നെ പൗലോസ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്, ഞാനുള്ള കാലത്ത് ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഒരു ചെന്നായി വന്ന് കേറില്ല. കാരണം ഞാനിവിടെയുണ്ട്. പ്രാർത്ഥിക്കുന്ന ഞാനിവിടെ ഉള്ളത് കൊണ്ട്, രാപ്പകൽ കണ്ണുനീർ വാർക്കുന്ന ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഒരു ചെന്നായിക്കും ഇതിനകത്ത് കയറി ഒരാട്ടിൻകുട്ടിയെ തൊടുവാൻ കഴിയില്ല. ഞാനിവിടെയുണ്ട്. പ്രാർത്ഥിക്കുന്നവരിവിടെ ഉള്ളത് കൊണ്ടാണ് ഈ സഭ നിലനിൽക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20:29 വാക്യം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അതിൻ്റെ അർത്ഥം, ഞാൻ ഉള്ള കാലത്തോളം, എൻ്റെ കാലത്ത് എൻ്റെ വീട് നശിക്കില്ല.
ഇങ്ങനെ പറയാൻ ആത്മാവിൽ തൻ്റെ ഇടമുള്ള എത്ര പേരുണ്ട്? ഞാൻ എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് എൻ്റെ വീടിന് കേടുണ്ടാകത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഈ വീട്ടിലുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു വല്യമ്മച്ചി ഞാനുള്ള കാലത്തോളം എൻ്റെ കണ്ണടയും വരെ, പൗലോസ് പറയുന്ന പോലെ പറയണം, എൻ്റെ കണ്ണടയും വരെ ഒരനർത്ഥം എൻ്റെ വീട്ടിനകത്തേക്ക് കയറി വരില്ല. ഞാനാണ് എൻ്റെ വീടിൻ്റെ സംരക്ഷണം. അതുകൊണ്ടാണ് ദേശം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരുവനെ അന്വേഷിച്ചു എന്ന് എനിക്ക് തോന്നുന്നു യെഹെസ്കേൽ 32 ഒരു മനുഷ്യനെ അന്വേഷിച്ചു. ദേശം നശിച്ചു പോകാതെ വണ്ണം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവൻ. അപ്പൊ ഈ ദേശത്ത് ഒരു ഉപ്പുണ്ടെങ്കിൽ ഈ ദേശം നശിക്കില്ലെന്ന് അവനെ ഞാൻ കണ്ടില്ലെന്ന് ദൈവം പറയണ്. ദേശം നശിച്ചു പോകാതെ. എത്രാം വാക്യം? യെഹെസ്കേൽ 22:30 ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതില് കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അല്ലെങ്കിൽ ഉപ്പിനെ അന്വേഷിച്ചു. ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. എന്നാൽ ഈ ദേശം നശിക്കാതിരിക്കുവാൻ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ കാണുമ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നീ നിമിത്തം നിന്റെ വീട് മാത്രമല്ല, നിന്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നിന്റെ സമ്പത്ത് മാത്രമല്ല, നിന്റെ ബന്ധുക്കൾ മാത്രമല്ല, നീ ആ ദേശത്ത് പാർക്കുന്നത് കൊണ്ട് ആ ദേശം നശിക്കില്ലെന്ന്. കാരണം ദൈവത്തിന് നിന്നെ ലഭിച്ചു. നീ വെള്ളത്തിലായിരുന്നു, ഇപ്പോൾ നീ വിലയേറിയ ഉപ്പാണ്. കാലങ്ങൾ, ഉപ്പിന്റെ പ്രത്യേകത അതിട്ട് വെച്ചാൽ കാലങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, മനുഷ്യൻ്റെ ജീവന് വേണ്ട കാര്യങ്ങൾ, വർഷങ്ങൾ അതിന് നിലനിൽപ്പുണ്ട്. ഇതുപോലെ നീ ആ വീട്ടിലുള്ളത് കൊണ്ട് ചില പെൺകുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ച് ചില വീടുകളിലേക്ക് കാലെടുത്ത് വെച്ചാൽ അത് പോലീസ് സ്റ്റേഷനിൽ കാലെടുത്ത് വെക്കുന്നത് പോലെയല്ല. വലത് കാല് വെച്ച് കയറിയാലും ഇടതുകാല് കാല് വെച്ച് കയറിയാലും 2 കാല് വെച്ച് കയറിയാലും പോലീസ് സ്റ്റേഷനിൽ അടിയ ഉറപ്പാണ്. എന്നാൽ ചില പെൺകൊച്ചുങ്ങൾ ഏത് കാലെടുത്ത് വെച്ച് കയറിയെന്ന് ഒന്നും അറിയില്ല. ഏത് കാലെടുത്ത് വെച്ചാൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. കാരണം നീ പ്രാർത്ഥിക്കുന്ന കുഞ്ഞാണെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കുഞ്ഞാണെങ്കിൽ. ഇവിടെ വന്ന ഒരു പാസ്റ്റർ, ഹൈദരാബാദിൽ നിന്ന് വന്ന പാസ്റ്റർ ഉണ്ടല്ലോ, ആ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ജോഷി പാസ്റ്റേ, നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒരു പെൺകൊച്ചിനെ തരാമോ എൻ്റെ മോന് വേണ്ടി? ഇവിടെ വെച്ച് പരസ്യമായിട്ടും പറഞ്ഞു, എന്നോട് രഹസ്യമായിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞു. 12,000 പേരുള്ള സഭയുടെ പാസ്റ്ററിൻ്റെ മോനെ നമ്മുടെ ചർച്ചയിൽ നിന്ന് തന്നെ ഒരു പെൺകൊച്ചിനെ വേണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് തമാശ പറഞ്ഞതല്ല. ഈ ചർച്ചിൽ ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളുണ്ടെന്ന് ലോകം മുഴുവൻ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. എന്നെ ഒത്തിരി പേര് വിളിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒത്തുവരാതെ പോകുന്നെങ്കിലും വിളിക്കാറുണ്ട് ആൾക്കാർ. ചിലപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് ഒത്തുവരില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ. എന്നാൽ അങ്ങനെ ഒരു ഓപ്പണിങ് കിടപ്പുണ്ട്. എന്താണ്? പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോ? കർത്താവിൻ്റെ വേലക്ക് പറ്റിയ കുഞ്ഞുങ്ങളുണ്ടോ? പല രാജ്യങ്ങളിൽ നിന്ന് എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, എന്താണ്, ഉപ്പുള്ള കുഞ്ഞുങ്ങളുണ്ടോ? പ്രിസർവേറ്റീവായിട്ടുള്ള ചിലത് വീടുകളിൽ ചെന്ന് കയറിയാൽ ആ വീടിനൊരു ഭയങ്കര ആയുസാണ്, ആ വീടിന് ഭയങ്കര ഒരു സ്വസ്ഥതയാണ്, ആ വീടിന് ഉറപ്പാണ്. ഈ കുഞ്ഞ് വന്ന് കയറി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ്. എത്ര പേര് അതിന് ആമേൻ പറയും? ഈ വശത്തുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ചും അങ്ങനെ തന്നെ പറയണം. പാസ്റ്ററെ, നിങ്ങളുടെ ചർച്ചിലെ ഒരു ആൺകൊച്ചിനെ, നല്ലൊരു ആൺകൊച്ചിനെ വേണം. എമ്മേവറീസ് പാസ്റ്ററോട് അങ്ങനെ ചോദിക്കുമായിരുന്നു. എന്നോട് ഒരിക്കലും ഒരു കൊച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല, പറയാൻ വാക്കുകളില്ല. കാരണം എല്ലാ മാസവും മുടങ്ങാതെ സഭായോഗത്തിന് വരും, മാസത്തിൽ ഒരിക്കൽ. പിന്നെ 3 മാസം കൂടുമ്പോഴാണ് ആ കൊച്ചിനൊരു കല്യാണക്കാര്യം വന്നപ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല. വാക്ക് മുട്ടിപ്പോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ. എന്നാൽ ചിലരെ കുറിച്ച് പറയാൻ എനിക്ക് 100 നാവാണ്. സ്തോത്രം. ഉപ്പുള്ള കുഞ്ഞുങ്ങൾ. ആമേൻ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണോ? നിങ്ങളെക്കുറിച്ച് പറയാൻ 1000 ഉണ്ടാകും.
ആമേൻ. നിങ്ങളെക്കുറിച്ച് ഒത്തിരി പേര് അഭിപ്രായം പറയണം. അത് തെളിയിക്കണം. നിങ്ങൾ തെളിയിക്കണം നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങളുടെ വീട്ടിലെ നല്ല പെരുമാറ്റം. ഇതെല്ലാം ആമേൻ മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നുണ്ട്. എത്ര പേര് അതിന് ആമേൻ പറയും? ആമേൻ. എല്ലാവരെയും മറ്റുള്ളവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരെയും മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉപ്പ് എന്നുള്ള നല്ല ഗുണങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ അത് മറ്റുള്ളവർക്ക് ഗുണമുള്ളതായി മാറണം. അപ്പോൾ ഉപ്പിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ഉപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയ സുരക്ഷിതത്വമുള്ളതായിരിക്കും, മൂല്യമുള്ളതാണ്, ഏറ്റവും വിലയേറിയതാണ്. അതാണ് ഉപ്പിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. അടുത്തതാണ്, ഉപ്പിനൊരു ടേസ്റ്റ് ഉണ്ടല്ലേ, ഉപ്പിനൊരു രുചിയുണ്ട്. എല്ലാ കാര്യത്തിനും ഏറ്റവും ഒടുവിൽ അല്പം ഉപ്പിട്ടാൽ മതി. പായസത്തിൽ പോലും, പായസത്തിൽ ഉപ്പിടുവോ? ഉണ്ടാക്കുന്ന ആരെങ്കിലും ഒന്ന് പറ. ഇപ്പം എല്ലാം സ്വിഗ്ഗി മേടിച്ച് കുടിക്കുന്നതുകൊണ്ട് പല സഹോദരിമാർക്കും ഇത് അറിഞ്ഞുകൂടാ. പായസത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഉപ്പിടും, അല്പം. ഈ ഫ്രണ്ടിലിരിക്കുന്നവരെ കൊണ്ട് ഉപ്പിടിക്കാതിരുന്നാൽ മതി. അവരെ സേമിയയുടെ അത്രയും തന്നെ ഉപ്പിട്ട് കളയും വേണമെങ്കിൽ. പുറയിലിരിക്കുന്നവർക്കറിയാം. ആമേൻ. ഉപ്പ് എങ്ങനെയാണ്? ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണോ, ഒരു തവി ഉപ്പാണോ? അല്ല, ആവശ്യത്തിന് ഉപ്പ്. പഞ്ചസാര അങ്ങനെയല്ല, 3 ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയും. ഉപ്പ് അങ്ങനെ പറയുമോ? ഇല്ല. ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ഇട്ടിട്ട് രുചിച്ച് നോക്കും. ഉപ്പ് ഇട്ടിട്ട് രുചി വരുന്നുണ്ടോ? രുചി വരും വരെ ഉപ്പിടും. അപ്പോൾ ഇതുപോലെ ഉപ്പ് രുചി വരുത്തുന്ന ഒന്നാണ്. കൊലോസ്യ ലേഖനം 4:6 ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും, വായിച്ചോ, ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ. വായല വാക്കേ. ചിലരുടെ വർത്താനം പറഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി, ഒന്ന് ഇരിക്കാമോ, ഇതൊരു തണുപ്പാ, അയ്യോ ഒന്നിരിക്കോ, ചായ കുടിച്ചിട്ട് പോകാം, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. എന്താണ്? ആ ഉപ്പ് ഇത്തിരി രുചിയുള്ള ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാൻ അറിയാം. ആവശ്യത്തിന് ഓരോ വാക്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കും. മോളെ ഒന്ന് കടയിൽ പോയിട്ട് വരുമോ? എനിക്കെങ്ങും മേല. കണ്ട, ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ്. ഉപ്പിന്റെ വാക്കുകൾ. അമ്മയ്ക്ക് മനസ്സിലായി, ഇത് കല്ലുപ്പാണല്ലോ, ഇത് കല്ലുപ്പാണ്. നമ്മുടെ ഈ കാറൊക്കെ ഇടാനായിട്ട്, വണ്ടിയൊക്കെ ഇടാനായിട്ട് വാച്ച്മാനുണ്ട്. നമുക്ക് വാച്ച്മാനോട് പോകുമ്പോൾ ചോദിക്കണം, ഇവിടെ ഉള്ളവർ സംസാരിക്കുമ്പോൾ ഉപ്പിൻ്റെ രുചിയുണ്ടോ? കാരണം അദ്ദേഹം ഒരിക്കലേ കാറ് ഇങ്ങനെ ഇടാൻ നേരത്ത് ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടു, വാച്ച്മാൻ തലേ കൈവച്ച് നിൽക്കുകയാണ്. കാരണം എന്താണ്? ഒരാൾ വാച്ച്മാനെ ഇട്ട് ചാടിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് അവസാനം ഞാൻ പോയി രുചി വരുത്തിയിട്ട് വന്നു. ക്ഷമിക്കണേ, ബഹുജനം പറ, കല്ലുപ്പുണ്ട്, ഇന്ദുപ്പുണ്ട്, രുചി വരുത്തിയ ഉപ്പുണ്ട്. അപ്പൊ പല സൈസ് ഉപ്പുണ്ട്. ഇത്തിരി ഉപ്പ് കൂടിപ്പോയതാണത്. ഒരു ചാക്ക് ഉപ്പായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. വാച്ച്മാന് കുറച്ച് ഉപ്പിടാവും, ഭാര്യയ്ക്ക് കുറച്ച് ഉപ്പ് ഇട്ടേക്കണം. എല്ലാ ഉപ്പും കൂടി കൊണ്ടുപോയി ബെഡ്റൂമിൽ കൊണ്ടുവന്ന് ഇടരുത്. പിള്ളേർക്ക് തിരിച്ച് ഉപ്പ് അധികം എടുത്തോ. എന്നിട്ട് എല്ലാവരോടും പെരുമാറാൻ പഠിക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, എല്ലാവരോടും പെരുമാറാൻ പഠിക്കണം. വാക്കുകളൊക്കെ മറ്റുള്ളവർക്ക് രുചി വരുത്തുന്നതായിരിക്കണം. നിങ്ങൾ ഓർത്തില്ലല്ലേ ഉപ്പിനകത്ത് ഇത്രയും പ്രശ്നം കിടപ്പുണ്ടെന്ന്? നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ കരയിപ്പിക്കാനുള്ളതല്ല, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ബലപ്പെടുത്താനുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ എഫെസോസ് സഭയോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്.
ആ 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2 മുതൽ വായിക്കുമ്പോൾ എഫെസോസ് സഭയോട് പറയാണ്, നിന്റെ പ്രവൃത്തിയും നിന്റെ പ്രയത്നവും നിന്റെ സഹിഷ്ണുതയും നീ കൊളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ചില കള്ള അപ്പോസ്തലന്മാരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. 3-ാം വാക്യം, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. 13 കൂട്ടം കാര്യം പറഞ്ഞിട്ടാണ് ഒരു കുറ്റം പറയാൻ പോകുന്നത്. എന്നിട്ട് അടുത്തത് 4-ാമത്തെ വാക്യം, എങ്കിലും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം. ആദ്യം കുറെ നല്ല കാര്യം പറയണം. നല്ല ഉടുപ്പാണ് കേട്ടോ, നല്ല മീശ, എന്ത് നല്ല കണ്ണാടിയാ. ഒരു 5-6 കൂട്ടം കാര്യം ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് എങ്കിലും ഒരു കാര്യം കൂടി ഒന്ന് ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് തിരുത്താൻ എളുപ്പമാണ്. ആദ്യമേ ചെന്ന് നിന്റെ ആദ്യ സ്നേഹം എവിടെയെന്ന് ചോദിച്ചാൽ ദേ കിടക്കുന്നു എന്നും പറഞ്ഞ് ഇട്ടേച്ചു പോകും അല്ലേ. അത് നേരെ ചെന്ന്, എവിടെയാണ് നിന്റെ ആദ്യ സ്നേഹം? ദേ കിടക്കുന്നു. ഞാൻ പോയാണ് എൻ്റെ വീട്ടിൽ, എൻ്റെ അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, നല്ല പൊന്നും ഒക്കെ തന്ന് എന്നെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്, ഞാൻ പോവുകയാണ്. പിറ്റേ ദിവസം തിരിച്ചു വരും, എന്നാലും പോകും. അപ്പൊ എന്ത് ചെയ്യണം? എങ്ങനെ പറയണം? ആദ്യം കുറേ നല്ല കാര്യങ്ങൾ പറയണം. അടുക്കളയിൽ ചെന്നിട്ട് ഇന്നലത്തെ ആ കറി എന്ന് പറഞ്ഞ ഒരു 1.5 കറിയാ, കഴിഞ്ഞ ആഴ്ചത്തെ ആ മറ്റേ സംഭവമില്ലേ അത് ഞായറാഴ്ച അത് ഒത്തിരി നല്ലതായിരുന്നു, എന്നാൽ ഇന്നലെ രാത്രിത്തെ അത് കഴിച്ച പിന്നെ 5 പ്രാവശ്യം ബാത്റൂമിൽ പോയേണ്ടി വന്നു. അത്രയും ഉപ്പിടണ്ട, അത്രയും മുളകിടണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ഇതാണ് യേശു നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ഒരു 13 കൂട്ടം നല്ല കാര്യം പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ തിരുത്താമെങ്കിൽ നമ്മുടെ വീട്ടിൽ വഴക്കുകളില്ലാതെ പോകും. നേരെ കയറി തിരുത്തിയാൽ ദേ കിടക്കുന്നു എന്നും പറഞ്ഞിട്ടേച്ചു പോകും. അപ്പോൾ രുചി വരുത്തുന്ന വാക്കുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം. ഇത് ഞാൻ അപ്പനാണ്, ഞാനാണ് ഈ വീട്ടിലെ കാര്യം നോക്കുന്നത്, സിംഹാസനം ഇല്ലെന്നേ ഉള്ളു. അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും പിള്ളേരൊന്നും തിരിഞ്ഞു നോക്കൂല. പഴയ പിള്ളേരല്ല, പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലത്തെ പിള്ളേരാണെങ്കിൽ ചവിട്ടിക്കൂട്ടി എവിടെയെങ്കിലും ഇടാ, അപ്പം വരുമ്പോൾ കട്ടിലിൻ്റെ കീഴേ കയറും. ഇത് പിള്ളേർ വരുമ്പോൾ അപ്പനാ കട്ടിലിൻ്റെ കീഴേ കയറും. കാലം മാറി. അങ്ങനത്തെ കാലമാണ്. നമ്മൾ ഉദ്ദേശിച്ച കാലം മാറി. അതുകൊണ്ട് സംസാരിക്കേണ്ട രീതികൾ മാറ്റണം, നമ്മുടെ സംസാര ശൈലികൾ മാറ്റണം. ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ നമുക്ക് പറയാൻ കഴിയും. നമ്മളങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് നമ്മൾ ഒരു സന്തോഷമാകണം, മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറണം. എവിടെ ചെന്നാലും നമുക്ക് ബന്ധങ്ങളുണ്ടാകും. ഞാൻ എല്ലായിടത്തും ചെന്ന് ആദ്യം കയറി സുവിശേഷമൊന്നും പറയാറില്ല. എവിടെയെങ്കിലും ഇപ്പോൾ ബീനയായിട്ട് എൻ്റെ ഭാര്യയായിട്ട് കടയിലൊക്കെ പോവുകയാണെങ്കിൽ ചുരിദാർ മേടിക്കാൻ എന്തെങ്കിലും പോയാൽ എനിക്ക് 5-6 ചുരിദാർ എടുത്തിട്ട് കഴിയുമ്പോൾ എൻ്റെ കാല് കിഴക്കും. ഞാൻ അവിടെ ഒരു കസേര തപ്പും. ഇവരൊന്നും കസേര ഇടൂല്ല ഈ തുണിക്കടയിലൊക്കെ. നമ്മൾ നിൽക്കല്. എനിക്ക് കസേര തരും. ഈ കാഷ്യർ ഇരിക്കുന്ന കസേര എടുത്ത് എനിക്ക് തരും. കാരണം എന്താണ്? ഞാൻ ഇവരെല്ലാം കയ്യിലാക്കി വെച്ചേക്കാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന പല തമാശ അവരോട് പറയും. നേരെ കയറി ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു, ഇതൊന്നും ഞാൻ പറയില്ല. ഇത് ഏറ്റവും ഒടുവിലത്തെ സാധനമാണ്. അവരോട് ഇത് ആദ്യമേ കയറി പറഞ്ഞ് അവര് കസേര പോയിട്ട് എന്നോട് ഒരു വീട്ടിൽ പോടാന്ന് പറയും. അതുകൊണ്ട് ആദ്യമേ ഞാൻ എവിടെയെങ്കിലും ബീനോട് ചോദിച്ചു നോക്കി, എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആ കടയിലുള്ള എല്ലാവരും എൻ്റെ കൂടെയാണ്. ഒരിക്കൽ ഒരു തുണിക്കടയിൽ ഓണർ വന്നിട്ട്, ഓണറിൻ്റെ കൂടെ ഇത്രയും ആൾക്കാരില്ല, എൻ്റെ ചുറ്റും അത്രയും ആൾക്കാർ, എന്നെ എൻ്റെ വണ്ടിയുടെ അടുത്ത് വരെയും കൊണ്ടുവന്നാക്കും. ഞാൻ കുറേ തമാശ പറയും, അവരോട് കുറേ തമാശ പറഞ്ഞ് അവരുടെ കൂടെ എവിടെ ചെന്നാലും എനിക്ക് കുറേ പേരുണ്ട്. എൻ്റെ പിള്ളേരോട് ചോദിച്ചോ, എവിടെ ചെന്നാലും
ഒരു വണ്ടി കയറിയാൽ എനിക്ക് കൂട്ടുകാരുണ്ട്, എവിടെ പോയാലും എനിക്ക് കുറേ പേരുണ്ടാവും. ഇവിടെ നിന്ന് ഗൾഫിൽ വിദേശത്ത് പോവുകയാണെങ്കിൽ ആ എയർപോർട്ടിൽ എനിക്ക് കൂട്ടുകാരെ. നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നല്ല വാക്കുകൾ നല്ല ബന്ധങ്ങളെ ഉണ്ടാക്കും. എന്തുകൊണ്ടാണ്? ചിലർ പറയും എനിക്ക് ബന്ധങ്ങളില്ല. കാരണം നിനക്ക് നല്ല വാക്കില്ല. നിനക്ക് രുചി വരുത്തിയ വാക്കുണ്ടെങ്കിൽ നിനക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാം. നല്ല ബന്ധങ്ങൾ നമുക്ക് ഈ സമൂഹത്തിൽ ആവശ്യമാണ്. എത്ര പേർ ഈ ദൂതിനെ ഏറ്റെടുക്കും? നല്ല ബന്ധങ്ങൾ. ചില പറയും എന്നെ ആർക്കും വേണ്ട, എൻ്റെ വീട്ടുകാർക്ക് വേണ്ട, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ട. ചുമ്മാ നീ നല്ല വാക്കുകൾ പറ. നിന്നെ എല്ലാവർക്കും വേണം. നല്ല വാക്കുകളുള്ളവരെ അന്വേഷിച്ച് സമൂഹം നടക്കുകയാണ്. നല്ല വാക്കുകൾ, തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ വെള്ളി താലത്തിൽ പൊന്നാരങ്ങ പോലെ രുചി വരുത്തിയ വാക്ക് വേണം. പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്നെന്ത് സംസാരിക്കണം, ഇന്നെന്ത് സംസാരിക്കുക. തമിഴ്നാട്ടിൽ ഭാര്യയെ വിളിക്കുന്നത് സംസാരമെന്നാണ്. നിന്റെ സംസാരം ശരിയല്ലെന്ന് പാലക്കാട് കഴിഞ്ഞ് പറഞ്ഞാൽ അടി കിട്ടും. കാരണം കോയമ്പത്തൂർ തുടങ്ങി എന്താണ് സംസാരം. സംസാരം എന്നാണ് പേരെങ്കിലും സംസാരിക്കാനേ അറിയണമെന്നില്ല. ചിലർ കുറെ സംസാരിക്കുക, അതായിരിക്കും ആ വീട്ടിലെ വിഷയം. സംസാരിക്കേണ്ടതുപോലെ സംസാരിച്ചാൽ മറ്റുള്ളവരോട് പറയാൻ ദൈവം നമുക്ക് തന്നത് വാക്കുകളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്നത് വാക്കുകളാണ്. കർത്താവിൻ്റെ രീതി നമ്മൾ എടുക്കണം. എങ്കിലും ഈ കാര്യങ്ങളൊക്കെ നല്ലതാണ്, എങ്കിൽ ഇതൊന്ന് തിരുത്തിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തിരുത്താൻ കഴിയും. നമ്മുടെ വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ വീടുകളിലെ വഴക്കുകളെ ഉപേക്ഷിക്കുവാൻ, ഇല്ലാതെയാക്കാൻ, ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ശക്തിയുണ്ട്. പറയേണ്ട വാക്കുകൾ തക്ക സമയത്ത് പറയാൻ നമ്മുടെ വായിൽ കൃപയോടുകൂടിയതും, എന്താണ് നമ്മൾ വായിച്ച കൊലോസ്യർ 4:6 വാക്യം, കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ. ഈ പുറപ്പാട് പുസ്തകം 30:35 വാക്യത്തിൽ അവിടെ ഈ ധൂപപീഠമുണ്ട്. ധൂപപീഠത്തിലെ ധൂപം ഉണ്ടാക്കുന്നത് ഈ പുക ഇവിടെ വേറെ ഒരു പുകയാണ് വരുന്നത്. അത് വേറെ, ഇത് ധൂപപീഠമൊന്നും അല്ല കേട്ടോ, നമ്മുടെ സ്റ്റേജിലിരിക്കുന്നത് അത് വെറുതെ വേറൊരു പുകയാണ്. അപ്പൊ അത് നല്ല സുഗന്ധത്തിന്റെ ഒരു ധൂപമാണ്. അത് ആ അതിപരിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും എല്ലാം നിറക്കുന്ന ദൈവത്തിന് പ്രസാദകരമായ ധൂപകലശമാണ്. അതിനകത്തുണ്ടാക്കുന്ന ധൂപപീഠത്തിൽ ചേർക്കുന്നതിനെ കുറിച്ച് പുറപ്പാട് 30:35 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ ഉപ്പ് ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. അത് ദൈവത്തിന് പ്രസാദമാണ്. അപ്പോൾ ഉപ്പ് ഇപ്പോൾ എവിടം വരെയും കയറി വന്ന് സഭായോഗത്തിൽ കയറി. അതുകൊണ്ടല്ലേ ഞാനിത് പ്രസംഗിക്കുന്നത്. ആരാധനയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഉപ്പ്. ഉപ്പില്ലാതെ ദൈവം ഒരു ആരാധന പോലും സ്വീകരിക്കില്ലെന്ന്. ഉപ്പുള്ള വാക്കുകൾ, ഉപ്പുള്ള ആരാധന, രുചിയുള്ള ഒരു ആരാധന. നമ്മുടെ കണ്ണുനീരിന് എന്തുണ്ട്? മധുരമാണോ ഉപ്പാണോ? നമ്മളിൽ നിന്ന് കരയുമ്പോൾ അവിടെ ആ കണ്ണുനീരൊരു വാക്ക് പറയുന്നുണ്ട്. എന്താണ്? നിന്റെ ജീവിതത്തിൽ ഈ കണ്ണുനീര് നിന്റെ ജീവിതത്തിൽ ഉപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, കൃപയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. നിന്റെ ജീവിതത്തിൽ പുതിയ കൃപയുടെ വഴികൾ തുറക്കുന്നത് കണ്ണുനീരോടെയുള്ള ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ആരാധനയിൽ സ്തുതിച്ചും പ്രാർത്ഥനയിൽ കരഞ്ഞും ദൈവത്തിൻ്റെ സന്നിധിയിൽ വൈകാരികമായി പ്രകടനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ഉപ്പുണ്ടാക്കുകയാണ്. വിലയേറിയ കൃപയോടുകൂടിയ ഉപ്പ് നമ്മിലുണ്ടായി വരും. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ ഉപ്പിന് വളരെയധികം വിലയുണ്ട്. അടുത്തത് ലേവ്യ പുസ്തകം 2:13 നിന്റെ ഭോജനയാഗത്തിന് ഒക്കെ ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ഉപ്പ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ് ഉപ്പ്. ഭോജനയാഗത്തിന് ആ നിയമത്തിൻ്റെ ഉപ്പ് ഇല്ലാതിരിക്കരുത്. അടുത്തത് എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണം. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അറിയേണ്ടത് ദൈവം കൃപയെ എല്ലാറ്റിലും ചേർക്കുകയാണ്. കൃപയാണ് ഈ ഉപ്പെന്ന് പറയുന്നത്, കൃപയോട് കൂടിയതാണ്. ഇത് എല്ലാറ്റിലും ഈ കൃപയൊന്ന് വ്യാപരിക്കണം.
നമ്മുടെ കൃപ വർദ്ധിക്കണം. എസ്തേറിനെ കാണുന്നവർക്കെല്ലാം അവളോട് പ്രീതി തോന്നുകയാണ്. കാരണം അവളോട് കൃപ തോന്നുകയാണ്. ദൈവം അവളെ കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അവൾ എവിടെ ചെന്നാലും അവളോട് എല്ലാവർക്കും ഒരു, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ പ്രേമം തോന്നിയെന്നല്ല, അവളോടൊരു ഇഷ്ടം തോന്നി. അയ്യോ, തങ്കം പോലത്തെ ഒരു കൊച്ച്, തങ്കമ്മ, തങ്കപ്പൻ, എന്ത് നല്ലൊരു കുഞ്ഞാണ്. എവിടെ ചെന്നാലും എല്ലാവർക്കും ഒരു വാത്സല്യവും ഒരു കരുണയും. മാറ്റി നിർത്തില്ല, എവിടെ നിന്നും എസ്തേറിനെ മാറ്റി നിർത്തില്ല. ഇതുപോലെ ദൈവം കൃപ കൊണ്ട് ഒരാളെ പൊതിഞ്ഞാൽ നീ പോകുന്നിടത്തെല്ലാം നിന്നെ അവർ കൂടെ കൂട്ടും, നിന്നെ അവർ മാറ്റി നിർത്തുകയില്ല. ഇതാണ് കൃപയുടെ പ്രത്യേകത. സ്തോത്രം. കൃപയുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഉള്ളം നിറയാൻ ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിറക്കണം. എന്നിട്ട് വാ കൊണ്ട് നാം സംസാരിക്കണം. നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവർക്ക് ഒരാനന്ദമാകണം. നമ്മുടെ ചുറ്റും എവിടെ പോയാലും ഒരു 10 പേര് കൂടുന്ന ബന്ധം നമുക്കുണ്ടാക്കണം. കള്ളുഷാപ്പിലെ കാര്യമല്ല പറഞ്ഞത്, അതുണ്ട്, അതല്ലാതെ വേറെ കാര്യങ്ങളാണ്. നമ്മൾ പോകുന്നിടത്തെല്ലാം മറ്റുള്ളവരെ നമ്മുടെ വശത്താക്കണം. നിങ്ങൾ അവരുടെ പക്ഷം ചേരുകയില്ല, അവർ നിങ്ങളുടെ പക്ഷം ചേരും. മൂന്നാമത്തെ കാര്യം, ഈ ഉപ്പിന് ശുദ്ധീകരണ ശക്തിയുണ്ട്. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിക്കുമ്പോൾ, അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ്. ഇരിപ്പ് നല്ല രസമുണ്ട്. യജമാനൻ കാണുന്നല്ലോ, പിന്നെ കാണുന്നുണ്ട്. എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാണ് എന്ന് പറഞ്ഞു. അതിനെ അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിൽ മരണവും ഗർഭനാശകവും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞു. ഉപ്പ്. കൃപയുള്ള ഒരുവൻ ഉപ്പുമായിട്ട് പോയി ഉറവയിലിട്ടു. ആ ദേശത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അലസിപ്പോവുകയാണ്, അബോർഷൻ നടക്കുകയാണ്. കുഞ്ഞ് ജനിക്കും, 2 മാസം 3 മാസം പോവുകയാണ്, എല്ലാം അലസിപ്പോവുകയാണ്. ഒരു തലമുറയുണ്ടാകുന്നില്ല, മരണം നടക്കുകയാണ് ആ നാട്ടിൽ. വെള്ളം നല്ലതല്ല. കാഴ്ചയിൽ പട്ടണത്തിൽ ഏറ്റവും നല്ല നമ്മുടെ നാട്ടിലെ വെള്ളം പോലെ തന്നെ, എല്ലാം എവിടെ നോക്കിയാലും വെള്ളമാണ്. എന്നാലോ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം, ഇതാണ് ദേശം ഗർഭനാശകം. എന്നാൽ ഉപ്പുണ്ടോ? അഭിഷേകമുള്ളവൻ ഉപ്പിടുമോ? അഭിഷേകമുള്ളവന്റെ കയ്യിലെ ഉപ്പ് അത് ആ ദേശത്തെ പഥ്യമാക്കും. അതായത് ഇതിനകത്തിരിക്കുന്ന പലരും പല ദേശത്തിൻ്റെയും മരണം എടുത്തു കളയും, പല ദേശത്തിൻ്റെയും തലമുറ ജനിക്കാത്ത ചില ശാപങ്ങളെ പൊട്ടിച്ചു കളയുവാൻ കൃപയുള്ളവന്റെ കയ്യിലുള്ള ഉപ്പ് പ്രയോജനപ്പെടും. നീ ദൈവകൃപയോടെ ചില വീടുകളിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവിടത്തെ ഗർഭനാശകം മാറിപ്പോകും, അവിടത്തെ ശാപം മാറിപ്പോകും. ആ വീട്ടിൽ മരണം, ചില വീടുകളിൽ ഇന്നയാൾ മരിച്ചു, അത് കഴിഞ്ഞപ്പോൾ വല്യപ്പൻ മരിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഇളയ അനിയൻ മരിച്ചു, മൂത്ത ചേച്ചി മരിച്ചു. ഇങ്ങനെ മരണങ്ങൾ പല വീടുകളിൽ സംഭവിക്കാം. എന്നാൽ നമ്മൾ ഉപ്പിടണം. ഇല്ല, ഇനി അതിനെ ഞങ്ങൾ അനുവദിക്കില്ല. ദൈവകൃപയുള്ള വ്യക്തികൾ അതിനെ ഇല്ലായ്മ ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. നമ്മളത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ അത് തുടരും. നമ്മളവിടെ ചെന്നിട്ട് പറയണം, ഇനി മുതൽ ഈ വീട്ടിൽ ഇനി ഞങ്ങൾ ഇത് അനുവദിക്കില്ല, ഇനി ഇങ്ങനൊരു മരണം അനുവദിക്കില്ല, ഇങ്ങനൊരു രോഗം ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല, ഇങ്ങനെ ഒരു വന്ധ്യത ഞങ്ങൾ അനുവദിക്കില്ല. എത്ര പേര് അതിന് ആമേൻ പറയും? കൃപയുള്ള ഏലീശമാർ ഇതിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഉപ്പ് കൈകാര്യം ചെയ്യുന്നവർ ഇതിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ആത്മാവിൽ നിറഞ്ഞിട്ട് ഉപ്പ് കൈകാര്യം ചെയ്യുന്നവർ എവിടെയുണ്ടോ ആ ദേശത്തെ ആ വ്യക്തി കൈകാര്യം ചെയ്യും. ആ ദേശത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിക്കളയും. കൈകളെ തട്ടിക്കൊണ്ട് ഉപ്പ് വർദ്ധിക്കട്ടെ, സഭയ്ക്കകത്ത് ഇത് വർദ്ധിക്കട്ടെ. ഉപ്പ് 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 എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പുതപ്പുള്ളവൻ, ദൈവത്തിൻ്റെ വിളിയുള്ളവൻ, ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവൻ, അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക്, അവൻ്റെ പ്രാർത്ഥനകൾക്ക്, അവനൊരു വീട്ടിൽ കാലുകുത്തിയാൽ, അവനൊരു ഉറവയുടെ അടുക്കൽ ചെന്നാൽ
അവൻ അതിനെ കൈകാര്യം ചെയ്യും. ദൈവം നിന്നെ വിളിച്ചത് അതിനാണ്. നീ എവിടെ കാലുകുത്തുന്നുവോ ആ പ്രശ്നം അവിടെ അതുവരെ ഉണ്ടായിരുന്ന തലമുറയായിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഇന്ന വിഷയമാണ്, നീ ഒന്ന് ഒരു ദിവസം കാലുകുത്തിയാ മതി, അതോടുകൂടി ആ വീടിന്റെ സാഹചര്യത്തെ ദൈവം മാറ്റിക്കളയും. ഹല്ലേലൂയ, സ്തോത്രം. ശുദ്ധിയായി, സൗഖ്യമായി, മരണം മാറിപ്പോയി. ഉപ്പിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. നീ ദൈവകൃപയുള്ള ഒരു ദൈവ പൈതലാണോ? നീ പോകുന്നിടത്തെല്ലാം ഇതിൻ്റെ റിസൾട്ടുകൾ കാണും. ആമേൻ. ഉപ്പിന് വളരെ വില കുറവാണ്, എന്നാൽ അല്പം മതി. നീ അല്പം മതി. ലൂക്കോസിന്റെ സുവിശേഷം 12:32 പറയുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ. അയ്യോ ഞങ്ങൾ അധികം പേരൊന്നും ഇല്ലല്ലോ. വേണ്ട, ചെറിയ കൂട്ടമാണ്, എന്നാൽ ഭയങ്കര ഗുണം ചെയ്യും. ഒരു രാജ്യത്തിന് വേണ്ട ദൈവകൃപ ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ. ഉപ്പ് കുറച്ചേ ഉള്ളൂ, എന്നാൽ വലിയ പരിപാടിക്ക് കുറച്ച് ഇത്രയും മതി. ഈ രാജ്യത്തിൻ്റെ വിടുതലിന് ഇത്രയും ഉപ്പ് മതി. ഈ രാജ്യത്തിൻ്റെ അനുഗ്രഹത്തിന് ഇത്രയും മതി. കുറച്ചേ ഉള്ളൂ, ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. വലിയ ഭൂരിപക്ഷമില്ലല്ലോ. മറ്റേ അവർ വലിയ പക്ഷമല്ലേ, മറ്റേ ആൾക്കാർക്ക് വലിയ ലക്ഷങ്ങളില്ലേ. ഞങ്ങൾക്കൊരു ജാഥയ്ക്ക് പോകാനായിട്ട് 4-3-7 പേരല്ലേ ഉള്ളൂ, മതി. ഉപ്പധികം വേണ്ട, എന്നാൽ എല്ലായിടത്തും അത് വ്യാപരിക്കും. ഉപ്പിൻ്റെ പ്രത്യേകത, സാമ്പാറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വെണ്ടക്കയിൽ മാത്രമല്ല അത് പിടിക്കുന്നത്, ഉരുളക്കിഴങ്ങിൽ കയറി പിടിക്കും. പിന്നെ എന്താണ്? ഉണ്ട തക്കാളിയിൽ കയറി പിടിക്കും, മുരിങ്ങാക്കോലിൽ കയറി പിടിക്കും, പരിപ്പിനകത്ത് കയറി പിടിക്കും. അല്ലാതെ ഞാൻ മുരിങ്ങാക്കോലിൻ്റെ പക്ഷം, ഞാൻ തക്കാളിയിൽ മാത്രമേ വ്യാപരിക്കൂ, ഞാനും തക്കാളിയായിട്ട് ഭയങ്കര കൂട്ടാണ്, ഇതൊന്നുമില്ല. എല്ലാവരിലും വ്യാപരിക്കും. സാമ്പാറിലോട്ട് വീണാൽ അത് എല്ലായിടത്തേക്കും വ്യാപരിക്കും. ഇതുപോലെ അല്പമിട്ടാൽ മതി, വലിയ സാമ്പാർ കലത്തിൽ അല്പമിട്ടാൽ മതി. ഇതുപോലെ ഇന്ത്യ എന്ന സാമ്പാർ കലത്തിലോട്ട് നീയാകുന്ന ഉപ്പിനെ അല്പമിട്ടാൽ മതി. ഇതിനകത്ത് രുചി ഉണ്ടാക്കാൻ അധികം നേരമൊന്നും വേണ്ട. നാളെ പോയി ആരോടും പറയല്ലേ ഇന്ത്യയെ സാമ്പാറാക്കിയെന്ന്. സ്വത്രം. ഇന്ത്യയെ കുളമാക്കിയ ഒത്തിരി പേരുണ്ട്. ഞാൻ സാമ്പാറല്ലേ ആക്കിയുള്ളൂ. അല്പം ഉപ്പ്. നീ ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഈ രാജ്യത്തിൽ നീ അല്പമേ ഉള്ളൂ. ഗിദെയോൻ പറഞ്ഞു, ഞാനൊരു എളിയവനാണ്, എൻ്റെ കുലം മനശ്ശെ ഗോത്രത്തിൽ ചെറിയൊരു കുടുംബമാണ്, ഞാൻ എങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കും? ദൈവം പറഞ്ഞു, നീ ഒരുത്തൻ മതി, നീ ഒറ്റക്ക് മതി, നീ ഒറ്റക്ക് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ജയമാക്കി മാറ്റും. നീ ഒറ്റക്ക് നിന്നാ മതി. ഉപ്പിന്റെ പ്രത്യേകത ഏതാണ്? ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ഉപ്പ്. നീ ഒറ്റക്ക് മതി ഈ രാജ്യത്തിന്റെ വിടുതൽ. നീ ഒരു മനുഷ്യനെ പോലെ ശത്രുക്കളെ തോൽപ്പിച്ചു കളയും, ബന്ധനങ്ങളെ അഴിക്കും. അയ്യോ ഞങ്ങൾ ഒത്തിരി പേരില്ലല്ലോ. വേണ്ട, നീ ഒറ്റക്ക്. എൻ്റെ പാസ്റ്ററെ, ഞാൻ കുറേ വർഷമായിട്ട് ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ നിന്ന് വരുന്നത്. എൻ്റെ ഭർത്താവ് വിശ്വാസത്തിലല്ല, എൻ്റെ മക്കൾ വിശ്വാസത്തിലല്ല. ചോദ്യം, നീ ഒരു ഉപ്പാണോ? അതെ. ഈ രാജ്യത്തിന് നിന്നെ മാത്രം മതി. അതിനെ നിങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങണമെന്നൊന്നും ദൈവത്തിന് നിർബന്ധമില്ല. അതൊക്കെ പുറകെ വരട്ടെ. ഇപ്പോഴേ നീ ഒരു ഉപ്പാണ്. ഈ രാജ്യത്തെ മാറ്റിമറിക്കാനുള്ള ടേസ്റ്റ്, ഫ്ലേവർ നിന്റെ മേൽ കിടപ്പുണ്ട്. ഈ രാജ്യത്തിന് പകരാനുള്ളത് നിന്റെ മേലുണ്ട്. യെശയ്യാവ് 60:22 കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ വേഗത്തിൽ ശീഘ്രമായി നിവർത്തിക്കും. കുറഞ്ഞവൻ ആരായി മാറും? 1000-ആയി മാറും. ചെറിയവൻ ഒരു രാജ്യമായി, ഇംഗ്ലീഷിൽ നേഷൻസ് എന്നാണ്, രാജ്യങ്ങളായി മാറും. ഇന്നിവിടെ ഇരിക്കുന്ന കുറഞ്ഞ വ്യക്തികൾ, ഉപ്പ് കുറവേ ഉള്ളൂ, അതിന് വലിയ വിലയൊന്നും ആരും കൽപ്പിച്ചിട്ടില്ല. കടയിൽ ചെന്നാൽ ഞാനൊക്കെ ചെറുതായിരുന്ന കാലത്ത് ഉപ്പ് പലചരക്ക് കടയുടെ വെളിയിലാണ് വെച്ചിരിക്കുന്നത്. പഴക്കൊലയും മുട്ടയൊക്കെ എടുത്ത് അച്ചായനകത്ത് വെക്കും. എന്നിട്ട് പലക വെച്ച് ഇങ്ങനെ പഴയ പലചരക്ക് കട അടച്ചിട്ട് ഒരു കമ്പിയിട്ട് പൂട്ടിക്കൊണ്ട് പോകുന്ന കാണാം. എന്നാൽ ഉപ്പ് മാത്രം എവിടെ ഉണ്ടാകും? സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് ഉപ്പ് എടുക്കും, എന്നിട്ട് റോട്ടിലോട്ടൊന്ന് എറിയും. എന്തെല്ലാം പരിപാടി കഴിഞ്ഞാൽ വീട്ടിൽ പോകണമെന്നറിയാം. വിശ്വാസത്തിൽ വന്നിട്ടല്ല കേട്ടോ, അതിന് മുമ്പ്
അപ്പോൾ അന്ന് കണ്ടിട്ടുണ്ട്, എല്ലായിടത്തും അകത്ത് വെച്ചാൽ ഉപ്പ് മാത്രം എന്ത് ചെയ്യില്ല, വേണ്ട. എന്നാൽ ഉപ്പില്ലാത്ത പരിപാടിയില്ല. ഇതുപോലെ മറ്റുള്ളവർ അവഗണിച്ചിട്ടതുപോലെ തോന്നും, എന്നാൽ കുറഞ്ഞവൻ 1000 മാറും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തികൾ നാളുകളിൽ നിങ്ങൾ എന്തായി മാറും? 1000 മാറും. ചെറിയവൻ മഹാജാതിയായി മാറും. ഈ ദൂത് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഇത് മുഴുവനും ഞാൻ എടുക്കും. കാരണം ഇത് എന്നോടുള്ള ദൂതാണ്. ഇത് വേണ്ടവർ നിങ്ങൾ ഇതിനെ പിടിക്കണം. നീ വർദ്ധിച്ചു വരും. ഉപ്പിന്റെ പ്രത്യേകത ഒത്തിരി ഒന്നും വേണ്ടെന്നേ. ചെറിയ ആട്ടിൻകൂട്ടമേന്ന് വിളിച്ചത് ചെറിയ പോത്തിൻകൂട്ടമേന്ന് വിളിച്ചോ? ഇല്ല. ചെറിയ ബലഹീനമായ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, പിതാവ് രാജ്യം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു. പറഞ്ഞാൽ തീരില്ല. ഉപ്പിന് വേറൊരു പ്രത്യേകതയുള്ളത്, ഉപ്പ് ഇല്ലാതെയാകും. എന്തിലെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ വെണ്ടക്ക, വഴുതനങ്ങ, തക്കാളി, ഇതെല്ലാം സാമ്പാറിലിട്ടാലും നമുക്ക് അതിനെ കാണാം. ഈ പാർട്ടികളെല്ലാം അവിടെ കിടപ്പുണ്ടാവും. എന്നാൽ ഉപ്പിനെ ഇട്ട സ്ഥലത്ത് കാണുമോ? ലയിച്ച് ചേരും, അലിഞ്ഞു പോകും. ഐഡന്റിറ്റി എല്ലാം കളയും, എന്നാൽ രുചി വരുത്തും. അലിഞ്ഞു പോകും. എവിടെയെങ്കിലും ചെന്നാൽ അതിനോട് അങ്ങോട്ട് ചേരും, എന്നിട്ട് അവിടെ അങ്ങോട്ട് രുചി വരുത്തും. ചില കുഞ്ഞുങ്ങളെ എല്ലാം പണ്ട് കാലത്ത് അമ്മമാരെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ ചിലപ്പോൾ വയനാട്ടിലോട്ടായിരിക്കും വിടുന്നത്, ചിലപ്പോൾ അട്ടപ്പാടിയിലോട്ടായിരിക്കും. എന്നാൽ അവിടെ ചെന്നാൽ ആ വീട്ടിൽ അങ്ങോട്ട് അലിഞ്ഞു ചേരും, ആ വീടിന് രുചി വരുത്തും, ആ വീടിൻ്റെ ഒരു മകളായി മാറും, ആ വീടിൻ്റെ ഒരു അനുഗ്രഹമായി മാറും. സങ്കടമെന്ന് പറയും ഇന്നൊക്കെ കാണുന്ന, നമ്മൾ കേൾക്കുന്നത്, എത്ര വർഷം കഴിഞ്ഞാലും ഈ കുഞ്ഞ് ആ വീടുമായിട്ട് അങ്ങോട്ട് ചേരൂല. ഇവിടുന്ന് അമ്മ ഫോൺ വിളിയാണ്, എടി മോളെ, നിനക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോൾ ഇങ്ങോട്ട് പോരെ, തള്ള ജീവിച്ചിരിക്കുന്ന കാലം വരെയുള്ളു. കുടുംബം കലക്കികൾ എല്ലായിടത്തും ഉണ്ടാകും. എൻ്റെ പൊന്നുമോൾ ഇങ്ങോട്ട് പോ, ഞാൻ ഇവിടെ ഉള്ള കാലത്തോളം. അവനോട് പോകാൻ പറയടി. നമുക്ക് വേറെ ആലോചന, നമുക്ക് എടി ഇതിനേക്കാൾ നല്ല മീശയുള്ള ഒരു ചെറുക്കനെ ഞാൻ നിനക്ക് നോക്കി വെച്ചിട്ടുണ്ട്. ഇത് കേക്കലും പെങ്കൊച്ച് ചാടി പോരിയണം, ആ വീടിനോട് അങ്ങോട്ട് ചേരുന്നില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? കാണാതിരിക്കട്ടെ. നമ്മുടെ ദേശത്ത് അത് വേണ്ട, നമ്മുടെ വീടുകളിൽ അത് വേണ്ട. എവിടെയെങ്കിലും ചെന്നാൽ ആ വീടിനോട് അങ്ങോട്ട് ചേരണം, ആ വീടിൻ്റെ ഒരു ഉപ്പായി മാറണം, ആ വീടിനോട് അങ്ങോട്ട് അലിഞ്ഞു ചേരണം, ആ വീടിൻ്റെ ഒരു ഭാഗമാകണം. മരുമകളെല്ലാം മകളായി മാറണം. ഇന്ന് ഇതിനെ എത്ര പേര് ദൂതായിട്ടെടുക്കും? നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടാൽ ആ വീട്ടുകാർ പറയണം, പാസ്റ്റേ നന്ദി, ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി, ഇത്രയും നല്ലൊരു വിവാഹം നടന്നതിന് നന്ദി. ആഷ്ലി പാസ്റ്റർ എപ്പോഴും എന്നെ വിളിച്ചിട്ട് വെഡിങ് ആനിവേഴ്സറിക്ക് വിളിക്കും, പാസ്റ്റേ, കാരണം ആ കല്യാണം ആലോചിച്ചത് ഞാനാണ്. അതുകൊണ്ട് ഇന്നും സ്വീറ്റിയുടെ കാര്യത്തിൽ, സ്വീറ്റിയെക്കുറിച്ച് ഡാമിൻ പാസ്റ്ററിൻ്റെ ഭാര്യ പറയും, സ്വീറ്റി അവളൊരു സ്വീറ്റി തന്നെയാണ്, കാരണം ആ പേര് പോലെയാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിനൊരു അനുഗ്രഹമായി. ആഷ്ലിയുടെ ഭാര്യ ആ വീടിനോട് അങ്ങോട്ട് ചേർന്നു. അവൾക്ക് ഭാഷ അറിയില്ല, അവൾ ബാംഗ്ലൂർ കിടക്കുന്ന പെണ്ണാണ്, അവൾക്ക് മലയാളം അറിയില്ല. അവളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. ആ സമയത്ത് ഗസ്റ്റ് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവൾക്ക് മലയാളം അറിയില്ല. അവൾ ആ വീട്ടിൽ വന്ന ഗസ്റ്റിനോട് പറയാണ്, കഴിച്ചോളൂ കഴിച്ചോളൂ, നാണമില്ലാതെ കഴിച്ചോളൂ, കാരണം നാണിക്കേണ്ട കഴിച്ചോളൂ എന്നുണ്ട്. ചിക്കൻ കാലൊക്കെ വായിൽ വെച്ചിട്ട് ആൾക്കെ നാണമില്ലാണ്ട് കഴിച്ചോളൂ. ഇവക്ക് ഭാഷ അറിഞ്ഞുകൂടാ. ആ പെങ്കൊച്ചിനെ ആഷ്ലി കല്യാണം കഴിച്ചുകൂടെ കൊണ്ടുവന്നു. ഇന്ന് അവൾ മലയാളത്തിൽ പ്രസംഗിക്കും. അലിഞ്ഞു ചേർന്നു, അലിഞ്ഞു ചേർന്നു, ആ വീടിനോട് ചേർന്നു. മറ്റൊരു രാജ്യത്ത്, മറ്റൊരു സംസ്ഥാനത്തിൽ ജീവിച്ച പെങ്കൊച്ചാണ്. ബാംഗ്ലൂര്. കൊച്ചു കേരളത്തിൽ വന്ന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു? ദൈവം അയച്ചതാണ്. റിബേക്കയെ അയക്കുമ്പോൾ റിബേക്ക അബ്രഹാമിന്റെ വീട്ടിലോട്ട് ചെന്നു.
അവൾ അതിൻ്റെ ഒരു ഭാഗമായി അലിഞ്ഞു ചേർന്നു. ഉപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനോട് അങ്ങോട്ട് ചേരും. സഭയിൽ വർഷങ്ങളായിട്ട് വന്നിട്ട് സഭയോട് ചേരാതെ വരുന്നു പോകുന്നു അലിഞ്ഞു ചേരാത്തവരുണ്ട്. ഒരു സഭയിൽ വന്നാൽ സഭയോട് ചേരണം. ക്രിസ്തുവിനോട് ചേർന്നതാണ്, സഭയോടും ചേർന്ന് നിൽക്കണം. സഭയുടെ ഒരു ഭാഗമായി മാറണം. രുചി വരുത്തണം. നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ചെയ്യണം. സഭയോട് ചേർന്ന് നിൽക്കണം. ഇവിടെ ലെറ്റി വരുന്നുണ്ട്. ലെറ്റി സൗത്ത് ആഫ്രിക്കക്കാരിയാണ്. സഭയിൽ വന്നിട്ട് അവൾക്ക് ലാംഗ്വേജ് അറിയില്ല, നമ്മുടെ പ്രസംഗം അറിയില്ല, എൻ്റെ പ്രസംഗം ഒന്നും അവൾക്ക് മനസ്സിലാകാറില്ല. കൈയൊക്കെ പൊക്കുന്ന കണ്ടിട്ട് അവൾ ചിരിക്കുന്നത്. അവൾക്ക് ആക്ഷൻ മാത്രമേ അറിയൂ, വേറെ ഒന്നും മനസ്സിലാകാറില്ല. പക്ഷേ അവൾ ഇതിനോട് അങ്ങോട്ട് അലിഞ്ഞു ചേർന്നു. സഭയുടെ ഒരു ഉപ്പായിട്ട് ആ പെൺകുട്ടി മാറി. അവൾക്ക് ഇവിടുത്തെ കൾച്ചർ വേറെ, ഇവിടുത്തെ ഭക്ഷണം നമ്മുടെ കഞ്ഞിയും പയറും അതിനോട് അലിഞ്ഞു ചേർന്നു. അയ്യോ ഞാൻ സൗത്ത് ആഫ്രിക്കക്കാരിയാണ് എന്ന് പറഞ്ഞിരുന്നില്ല. അവൾ ആ കഞ്ഞിയോട് പഞ്ഞിയും കയറും എന്ന് പണ്ടാരോ പറഞ്ഞ പോലെ. ചിലർക്കിതൊരു പഞ്ഞിയും കയറുമാണ്, നമുക്കിതൊരു കഞ്ഞിയും പയറുമാണ്. ഇതിനോട് അങ്ങോട്ട് ചേരണം. അയ്യോ ഞങ്ങൾ കഞ്ഞിയൊന്നും കുടിക്കില്ല, ചർച്ചിലെ കഞ്ഞി, ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ട്. പോയിക്കോ, അലിഞ്ഞു ചേരുക. അടുത്തിരിക്കുന്നവരോട് പറ, അലിഞ്ഞു ചേരണം. കല്ല് പോലെ ഇരിക്കരുത്, ഉപ്പായി മാറണം. കല്ലുപ്പ് പോലെ ഇരിക്കരുത്. കാഴ്ചയിൽ കല്ലാണ്, പക്ഷെ അലിയണം. എല്ലാ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച വേണം. അതിനോട് ചേരണം. മറ്റുള്ളവരോട്, അടുത്ത വീട്ടുകാരോടൊന്നും മിണ്ടാത്തവരുണ്ട്. സമൂഹത്തിൽ നമ്മൾ ആകേണ്ടതുപോലെ അങ്ങോട്ട് ആകണം എന്ന് കരുതി സമൂഹത്തിലെ മുഴുവൻ ബർക്കത്ത് കൊണ്ടുവരാനല്ല, നമ്മുടെ ഒരു രുചി അവിടെ വരുത്തണം. സമൂഹത്തിന് നമ്മെ ആവശ്യമുണ്ട്. ഞാൻ എപ്പോഴും പാസ്റ്ററായിട്ട് ഇങ്ങനെ മൈക്കും പിടിച്ചുകൊണ്ട് നിന്ന ഈ നാട്ടുകാരുടെ സ്ഥിതി എന്താ? അവരെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ മൈക്ക് പിടിച്ചിട്ട് ഇന്നത്തെ ചിന്തിക്കേട്ടൊരു വാക്യം വയ്ക്കാം. അയാളോട് പറയാൻ പറ്റുമോ? അപ്പുറത്തെ വീട്ടുകാർ ഇല്ല. അവരോട് മൈക്കല്ല, അവരോട് പറയേണ്ട വേറെ കാര്യങ്ങൾ നമുക്കുണ്ട്. അലിഞ്ഞു ചേരണം. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ, ഒരു സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് നമ്മെ കൊണ്ട് രുചി ഉണ്ടാകണം. എത്ര പേര് അതിന് ആമേൻ പറയും? അലിഞ്ഞു ചേരണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. വളരെ കുറച്ചേ ഉള്ളൂ, നമ്മളെ അല്പമേ ഉള്ളൂ, പക്ഷെ രുചി വരുത്തിയിരിക്കണം. എവിടെ ചെന്നാലും നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തീരണം. അവർക്കൊരു അനുഗ്രഹമായി തീരണം. എത്ര പേര് ആമേൻ പറയും? അല്പമേ ഉള്ളൂ. എന്നാൽ ഇല്ലെങ്കിൽ, ഉപ്പില്ലെങ്കിൽ എല്ലാവരും അന്വേഷിക്കും. അയ്യോ ഇന്ന സിസ്റ്ററെ കണ്ടില്ലല്ലോ. എന്താണ്? ആ സിസ്റ്റർ ഇല്ലെങ്കിൽ അറിയും. ചിലർ ഇതിനകത്ത് വന്നില്ലെങ്കിൽ അറിയും. ചിലർ ഒരു കൊല്ലം വന്നാലും വന്നില്ലെങ്കിലും അറിയില്ല. എന്താണ്? അലിഞ്ഞു ചേരാത്തവരാണ്. ചിലരുടെ ഇല്ലായ്മകൾ സഭയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചിലരില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അയ്യോ അവരെ കണ്ടില്ലല്ലോ. ചിലര് 6 മാസം വന്നില്ലെങ്കിൽ അറിയില്ല, കാരണം അലിഞ്ഞു ചേർന്നില്ല. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. ഒരാൾ പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നെ കാണാൻ കൊതിക്കുമെന്ന്. എന്താണ്? ഒരു 5000 രൂപ കടം തരാൻ, പിന്നെ നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ പോലും കിട്ടൂല്ലോ. നിങ്ങൾ എന്നെ കാണാൻ കൊതിക്കും. ഇതുപോലെ ചിലരെയൊക്കെ കാണാൻ ഞങ്ങൾ കൊതിക്കുന്നുണ്ട്. നിങ്ങൾ വിലയേറിയവരാണ്. കുറെ കാര്യങ്ങൾ ഉപ്പിനെ കുറിച്ച് പറയാനുണ്ട്. ബാക്കി വ്യക്തിപരമായിട്ട് വരുമ്പോൾ പറയാം. നിങ്ങളിങ്ങോട്ട് വന്നാൽ മതി. മീറ്റിംഗ് കഴിയുമ്പോൾ കഞ്ഞിക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, പയറിന് ഉപ്പുണ്ട്. പ്രാർത്ഥിക്കാം. നമ്മൾ വിലയേറിയവരാണ്. നമ്മൾ വളരെ വിലപിടിപ്പുള്ളവരാണ്. ഉപ്പിന് ഹീലിംഗ് പവറുണ്ട്. നമുക്ക് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഗാർഗിൾ ചെയ്യാൻ പറയും അല്ലേ? അതുപോലെ നീര് വറ്റാനായിട്ട് ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. അതിനൊരു ഹീലിംഗ് പവറുണ്ട്. നമ്മൾ അനേകരെ സൗഖ്യമാക്കുന്നവരാണ്. നമുക്കതിനുള്ള ശക്തിയുണ്ട്. എത്ര പേര് അതിന് ആമേൻ പറയും? ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറഞ്ഞോട്ടെ. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താണ്? ഉപ്പ് ദാഹമുണ്ടാക്കും. നിങ്ങൾ ഉപ്പാണെങ്കിൽ മറ്റുള്ളവർക്കൊരു ദാഹം ഉണ്ടാക്കും. ദൈവത്തിലേക്കൊരു ദാഹം. ഇതിൻ്റെ പേരാ റിവൈവൽ. ഉണർവുണ്ടാക്കും.
മറ്റുള്ളവർക്ക് ദൈവത്തിൽ നിന്നുള്ളൊരു ദാഹം നിങ്ങൾ ഉണ്ടാക്കണം. യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വാ. എല്ലാവർക്കും യേശുവിൻ്റെ അടുത്തോട്ട് വരാൻ പറ്റില്ല. ദാഹം ഉണ്ടാക്കുന്ന ജോലിയാണ് ഉപ്പ് ചെയ്യുന്നത്. ദാഹം ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് ഒരു ദാഹം. ഇവിടെ വരുന്ന റൈസൻ തോമസിന്റെ ജോലി, ആ ദൈവദാസൻ, ഇങ്ങനെ കുറെ ദൈവദാസന്മാരുണ്ട്, മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഒരു ദാഹം ഉണ്ടാക്കും, യേശുവിലേക്ക് ഓടി വരാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ, അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു ദാഹം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഉപ്പാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു വലിയ ദാഹം ഉണ്ടാക്കണം. വർഷങ്ങളായി അഭിഷേകം പ്രാപിക്കാത്തവർക്കും അഭിഷേകം പ്രാപിക്കണമെന്ന് ഒരു ദാഹം തോന്നണമെങ്കിൽ അങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ദാഹം ഉണ്ടാക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞ ദാഹം. ഇന്ന് സഭകളിൽ ഇല്ലാത്തത് ദാഹമാണ്. ദൈവകൃപയാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അത് ഉള്ളതിനായി, സഭയ്ക്കുള്ളതിനായി സ്തോത്രം. ഒരു വലിയ ദാഹം. ഈ ദാഹം ഉണ്ടാകുന്നതല്ല, ദാഹിക്കുന്നവൻ വന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ദാഹം ഉണ്ടാക്കുന്നത് ആരാണ്? യേശുവിലേക്ക് വരാനുള്ള ദാഹമുണ്ടാക്കുന്നത് നമ്മളാണ്. മറ്റുള്ളവർക്ക് ദാഹമുണ്ടാക്കണം. ഒരാൾ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ വാ. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചിലരെ കണ്ടില്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വാ. ദാഹമുണ്ടാക്ക്. ബാക്കി കർത്താവ് ചെയ്തോളും. അവരുടെ ഉള്ളിൽ നിന്നാണ് ജീവജല നദി ഒഴുകുന്നത്. ദാഹം വന്നാൽ പിന്നെ നദികൾ ഒഴുകും. എത്ര പേർ കൈകൾ അടിച്ച് അതിനെ സ്വീകരിക്കും? ദാഹമുണ്ടാക്കണം. മറ്റുള്ളവർക്ക് ദൈവത്തിലേക്ക് ഓടി വരാനുള്ള ഒരു ദാഹം നമ്മൾ ഉണ്ടാക്കണം.